കടന്നു വന്ന എല്ലാവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക. എൻ്റെ മനസ്സിനെ തന്നെ മതിച്ചുകൊണ്ടിരുന്നൊരു വിഷയം ഒന്നിച്ച് ചിന്തിക്കാമെന്ന് പ്രത്യേക ഓർക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും ഗൗരവമായി പഠിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്ന് ഞാനതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ എടുക്കത്തുള്ളൂ. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ബൈബിളിലെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഡോക്ട്രിൻ എന്ന വിഷയമാണ്. ഞാൻ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ ക്ലാസ്സിന് വേണ്ടിയല്ല, എൻ്റെ മനസ്സിൽ വളരെ പ്രേരണ തോന്നി ഞാൻ കുറിച്ചിട്ട കുറേ നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വൃത്തിയാൽ ആ ഭാഗങ്ങൾ എടുത്ത് ധ്യാനിച്ചുകൊണ്ട് കിടന്നു വരാനായിട്ടിടയായി. ഉപദേശ വിഷയം അല്ലെങ്കിൽ ഡോക്ട്രിൻ, ഉപദേശം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഡോക്ട്രിൻ. ഞാൻ ചിലപ്പം ഡോക്ട്രിൻ തന്നെ ഉപയോഗിക്കും. നമുക്ക് പ്രാരംഭമായി യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 16 തൊട്ട് 18 വരെയുള്ള വാക്യം വായിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16 തൊട്ട് 18 വരെയുള്ള വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനിലില്ല. 16-ാം വാക്യത്തിൻ്റെ ആ വേദഭാഗത്ത് മധ്യഭാഗത്ത് കർത്താവ് പറഞ്ഞു, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതാണ്. മൈ ഡോക്ട്രിൻ ഈസ് നോട്ട് മൈൻ, മൈ ഡോക്ട്രിൻ ഈസ് നോട്ട് മൈൻ. ഞാൻ പറയുന്ന ഉപദേശം എൻ്റേതല്ല, പിന്നെ ആരുടേതാണ്? ഇത് എന്നെ അയച്ചവൻ്റേതാണ്. സ്വർഗത്തിൽ നിന്ന് പിതാവാണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ഈ ഉപദേശം പിതാവിൻ്റെ ഉപദേശമാണ്, സ്വർഗത്തിലെ ഉപദേശമാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്ന ദൈവത്തെയും ദൈവവചനത്തെയും വെളിപ്പെടുത്തുവാൻ ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്ന് അവൻ വായി തുറന്ന് പ്രസ്താവിച്ചതൊക്കെ നമ്മളിവിടെ വായിച്ചതുപോലെ എൻ്റെ ഉപദേശമല്ല, എന്നെ അയച്ചവൻ്റെ ഉപദേശമാണ്. അതിൻ്റെ ശേഷം കർത്താവ് പറഞ്ഞതാണ് ശ്രദ്ധേയമായത്. നമ്മുടെ വിഷയം ഇന്നതാണ്. 17-ാം വാക്യം നോക്കിക്കാട്ടെ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. നോക്ക്, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം, ഈ ഡോക്ട്രിൻ എന്നിൽ നിന്നുള്ള ആണോ സ്വയമായി പറയുന്നതാണോ എന്ന് അറിയും. നമ്മളൊന്ന് ശ്രദ്ധിച്ച്, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് പഠിപ്പിച്ചത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉപദേശമാണ്. മനുഷ്യനുള്ള ബന്ധത്തിൽ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ഉപദേശം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് അവൻ അറിയും. അപ്പം നമ്മെ സംബന്ധിച്ച് നമുക്ക് ഏത് ശരി ഏത് തെറ്റെന്നുള്ളത് അറിയാനായിട്ട് കഴിയുന്നില്ലേ? എന്നാൽ അറിയുവാനൊരു ഇച്ഛ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കർത്താവ് അത് മനസ്സിലാക്കി തരുമെന്ന് ദൈവവചനത്തിൽ പ്രത്യേകം വായിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം, പരിചയമുള്ളതുകൊണ്ട് ആ വാക്യം വായിക്കുന്നില്ലേ, അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നമ്മളെ പഠിപ്പിക്കുവാൻ ഒരു ഗുരുഭൂതം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട വചനം നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ വചനമാണ്. ഈ വചനത്തിന്, ഈ ഉപദേശങ്ങൾക്ക് വചനത്തിൽ പല ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു നോക്കിയാൽ യൂദായുടെ ലേഖനം 1, 2, 3 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസം, ഫെയ്ത്ത് വൺസ് ഫോർ ഓൾ എൻട്രസ്റ്റഡ് ടു ദ സെയിൻസ്. വിശുദ്ധന്മാരുടെ കരങ്ങളിൽ ഒരിക്കൽ എന്നേക്കുമായി കൊടുത്തൊരു വിശ്വാസ പ്രമാണമുണ്ട്. ഞാനത് കുറച്ചുകൂടെ വിശദമായിട്ട് എടുക്കാൻ പിന്നീട്. ആ വിശ്വാസ പ്രമാണമാണ് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം എന്ന് പറഞ്ഞത്. അത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമല്ല. അത് നമുക്ക് സൂക്ഷിപ്പാനായിട്ടൊന്നും സാധിക്കുകയില്ല.
നമ്മളോട് യൂദ ആവശ്യപ്പെട്ടത് ആ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ആവശ്യപ്പെട്ടു. Contend earnestly for the faith that is entrusted to us once for all. ഒരിക്കൽ എന്നേക്കുമായി ഏൽപ്പിക്കപ്പെട്ട വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി പോരാടണമെന്ന് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിശ്വാസം കർത്താവിനുള്ള വിശ്വാസം അല്ലത് പറഞ്ഞത്. കർത്താവിനുള്ള വിശ്വാസമൊന്നും നമുക്ക് പോരാടുവാനോ സൂക്ഷിപ്പാനോ സാധിക്കുകയില്ല. ദൈവത്തിൽ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശു ക്രിസ്തുവാണ്. എഫേസ്യർ 2 വായിക്കുന്നുണ്ട്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഏതാണത്? ആ വിശ്വാസത്തിന് നിങ്ങൾ കാരണമല്ല. എന്നാൽ പൗലോസിന്റെ ജീവിതാന്ത്യത്തിൽ പൗലോസ് പറഞ്ഞു, തിമോഥെയോസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ നല്ല പേർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്. ഞാൻ വിശ്വാസം കാത്തു, ഇനി എനിക്ക് നീതിയുടെ കിരീടം വെച്ചിട്ടുണ്ട്. ഒരു ഭാഷാന്തരത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, പൗലോസ് ഞാൻ വിശ്വാസം കാത്തു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഐ ഹാവ് നോട്ട് ഫൗൾഡ് നോട്ട് ഈവൻ വൺസ്. ഞാൻ ഒരിക്കൽ പോലും ഫൗള് കാണിച്ചിട്ടില്ല, എനിക്ക് ആ കിരീടം വെച്ചിട്ടുണ്ട്. അപ്പൊ വിശ്വാസ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസം എന്ന് തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളോട് പറയുന്നുണ്ട്, വചനത്തിൽ ഞാൻ ആ ഭാഗം എടുത്ത് കാണിക്കാം, പഥ്യവചനം, സൗണ്ട് ഡോക്ട്രിൻ എന്ന അതിന്റെ ഇംഗ്ലീഷ് വേർഡ് പഥ്യവചനം. ഇടയ ലേഖനങ്ങളിൽ പാസ്റ്ററൽ എപ്പിസില് അനേക പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞൊരു പദമാണ് സൗണ്ട് ഡോക്ട്രിൻ, പഥ്യവചനം. പഥ്യവചനത്തെ മുറുകെ പിടിക്കുക. ഒരു വാക്യം ഒന്ന് വായിക്കാം, 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃയാക്കിക്കൊള്ളുക. ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, ഹോൾഡ് ഫാസ്റ്റ് ദ ഫോം ഓഫ് സൗണ്ട് വേർഡ്സ്. ഹോൾഡ് ഫാസ്റ്റ് ദ ഫോം ഓഫ് സൗണ്ട് വേർഡ്. പഥ്യവചനത്തെ നീ മുറുകെ പിടിച്ചുകൊള്ളുവാനായിട്ടാണ് ഇവിടെ ആവശ്യപ്പെട്ടത്. നമ്മുടെ മലയാള ഭാഷയിൽ നിന്ന് അല്പം വിഭിന്നമാണ്. നമുക്കിനി ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ചിന്തിച്ച് ഓർത്തുകൊണ്ടിരുന്ന കാര്യം, നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞത്, എൻ്റെ ഉപദേശം, നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതാണ്. ആരെങ്കിലും അത് ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അത് എന്നിൽ നിന്നാണോ സ്വയമായി പറയുന്നതാണോ എന്നവന് അറിയും. നമ്മളോട് ആവശ്യപ്പെട്ടു ഈ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊള്ളുവാനായിട്ട് പ്രത്യേകം ആവശ്യപ്പെട്ടു. എന്താണ് ഈ ഉപദേശം? എന്തിനാണ് ഈ ഉപദേശത്തിന് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത്? വാട്ട് ഈസ് ദിസ് ഡോക്ട്രിൻ? എന്താണ് ഈ ഉപദേശം? എന്തിനാണ് ഈ ഉപദേശത്തിന് ഇത്ര വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പിന്നെ പുറകെ ഓർപ്പിക്കാം. എന്നാൽ ആദ്യം ഞാൻ ഓർപ്പിക്കട്ടെ, വാട്ട് ഈസ് ഡോക്ട്രിൻ? എന്താണ് ഈ ഉപദേശം? അതിന് നിങ്ങളൊരു നിർവചനം എഴുതുകയാണെങ്കിൽ ഇങ്ങനെ നിർവചനം എഴുതാം. ഇംഗ്ലീഷ് ഞാനത് പറഞ്ഞിട്ട് മലയാളത്തിൽ പറയാം. ഡോക്ട്രിൻ ആർ ദ പ്രിൻസിപ്പിൾസ് ഓർ ട്രൂത്ത് ഇൻ സ്ക്രിപ്ചർ റിലേറ്റിംഗ് ടു അവർ ഫെയ്ത്ത്. വേദപുസ്തകത്തിൽ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾക്കാണ് ബൈബിളിൽ ഉപദേശം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഡോക്ട്രിൻ ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂത്ത് ഇൻ സ്ക്രിപ്ചർ റിലേറ്റിംഗ് ടു അവർ ഫെയ്ത്ത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ചില ഉപദേശങ്ങൾ ബൈബിളിലുണ്ട്. നമ്മുടെ പ്രമാണങ്ങളുള്ള ബന്ധത്തിൽ ചില ഉപദേശങ്ങളുണ്ട്. ഈ ഉപദേശങ്ങളാണ് ചില കാര്യങ്ങളോട് നമുക്ക് ചേരാമോ, ചില കാര്യങ്ങളോട് ചേരാതിരിക്കാമോ, നമുക്ക് അവരോട് കൂട്ടായ്മ ഉണ്ടാകാമോ, അവരോട് കൂട്ടായ്മ നമുക്ക് അകന്നു നിൽക്കണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഉപദേശത്തെ ആസ്പദമാക്കിയ. ഫ്രാങ്ക് ഹോൾമൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ കുറിച്ചു വെക്കുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, റൈറ്റ് ഡോക്ട്രിൻ ഈസ് ദ ബേസിസ് ഓഫ് റൈറ്റ് ആക്ഷൻ. ഡോക്ട്രിൻ പ്രൊവൈഡ്സ് എ ഡിവൈൻ റീസൺ ഫോർ ഓർ അഗെയിൻസ്റ്റ് എ ലൈൻ ഓഫ് കോണ്ടാക്ട്. മലയാളത്തിൽ ഞാൻ പറയാം, ശരിയായ പ്രവൃത്തിയുടെ അടിസ്ഥാനം ശരിയായ ഉപദേശമാണ്. ശരിയായ പ്രവൃത്തിയുടെ അടിസ്ഥാനം ശരിയായ ഉപദേശമാണ്. ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് അനുകൂലിക്കാമോ എനിക്ക് പ്രതികൂലിക്കാമോ എന്നുള്ളതിൻ്റെ ദൈവിക കാരണം തരുന്നത് ഉപദേശമാണ്. ഞാൻ ഒന്നുകൂടെ അത് ഊന്നി പറയട്ടെ. ഉപദേശം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഓർത്തതുപോലെ വിശ്വാസ പ്രമാണങ്ങളോട് ബന്ധത്തിലുള്ള തത്വങ്ങളാണ്, സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ചില കാര്യങ്ങളോട് അനുകൂലമായി പ്രവർത്തിക്കാൻ സാധിക്കുമോ പ്രതികൂലമായി പ്രവർത്തിക്കേണ്ടി വരുമോ എന്ന് ദൈവിക കാരണം നമുക്ക് തരുന്നത് ഈ ഉപദേശമാണ്. ഉദാഹരണമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുത്തു നോക്കിയാൽ, നമുക്ക് ഇന്ന് കരിസ്മറ്റിക്കാരോട് ചേരാനൊക്കുമോ, അല്ലെങ്കിൽ യഹോവ സാക്ഷികളോട് ചേരാനൊക്കുമോ,
അല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്ന മറ്റു പല കാര്യങ്ങളുള്ള ബന്ധത്തിൽ നമുക്ക് ചേരാനൊക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് തരുന്നത് ഈ ബൈബിളിലെ ഉപദേശങ്ങളാണ്, ഡോക്ട്രിൻസ്. ഈ ഡോക്ട്രിൻ അല്ലാതെ അതിനോട് ചേരണോ വേണ്ടായോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് മറ്റ് യാതൊരു മാർഗവുമില്ല. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് കൊണ്ടുപോകാനായിട്ടും സാധിക്കില്ല. അതിൻ്റെ പ്രാധാന്യത ഞാൻ പുറകെ പറയാം. ഇന്ന് ഇതിന് വലിയ പ്രാധാന്യതയൊന്നുമില്ല. ഞാൻ അതിൻ്റെ കാരണം ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം. ഉപദേശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് കാറ്റിൽ പരത്തുന്ന ഒരു തലമുറയാണ് ഇന്ന് ജീവിക്കുന്നത്. വളരെ പരിഹാസം ഇതുള്ള ബന്ധത്തിൽ കേൾക്കുന്ന കാണാൻ സാധിക്കും. ഉപദേശമല്ല പ്രാധാന്യം. ഇന്ന് പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രായോഗിക ജീവിതമാണ്. അനേക ചെറുപ്പക്കാരുടെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ഉപദേശമൊന്നുമല്ല, നിങ്ങൾ ജീവിച്ചു കാണിക്കേ, ജീവിതത്തിനാണ് പ്രാധാന്യത, അല്ലെങ്കിൽ ഉപദേശത്തിന് പ്രാധാന്യത എന്ന് സാധാരണ ചെറുപ്പക്കാരെന്ന് പറയാറില്ല. ഒരു കൂട്ടം ചെറുപ്പക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറെ പഴയ ഉപദേശമുണ്ട്, കുറെ പഴയ ഉപദേശം കൊണ്ട് വന്നിരിക്കുക. ഒന്ന് രണ്ട് വാക്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാം. യെരമ്യാ പ്രവചനം എടുത്താട്ടെ. പഴയ ഉപദേശം നമ്മൾ സൂക്ഷിക്കണോ വേണ്ടായോ എന്നുള്ളത് നോക്കുക. 40 വർഷം ദൈവജനത്തിന്റെ മധ്യത്തിൽ ശുശ്രൂഷിച്ചൊരു ദൈവദാസൻ. ഇസ്രായേൽ ജനം ഏതാണ്ട് BC 600 ആകുമ്പോൾ പ്രവാസത്തിലേക്ക് പോകുന്ന കാലഘട്ടം അടുത്തു. ആ കാലഘട്ടം മോശയുടെ കാലത്ത് കൊടുത്ത പ്രമാണങ്ങൾ ക്രിസ്തുവിന് 600 വർഷം മുമ്പ് വരെ വന്ന് പ്രവാസത്തിലേക്ക് പോകുന്ന കാലഘട്ടത്തിന് മുമ്പ് 40 വർഷം അവരുടെ മധ്യത്തിൽ നടന്ന് ശുശ്രൂഷിച്ച് കരഞ്ഞുകൊണ്ട് നടന്നൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജെരമ്യാവ്. വിലപിക്കുന്ന കരയുന്ന പ്രവാചകൻ എന്ന് അദ്ദേഹത്തിന് പേര് കൊടുത്തു. 40 വർഷം ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷിച്ചപ്പോൾ ആ ജനത്തോട് താൻ പറഞ്ഞ വാക്കാണ് 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഇന്ന് കേൾക്കുന്ന ശബ്ദം അന്ന് ഇസ്രായേലിന്റെ മധ്യത്തിൽ കേട്ടതാണ്. ഇന്ന് കേൾക്കുന്നത് കുറെ പഴയ ഉപദേശം എന്ന് പറയുന്ന വാക്കുകൾ തന്നെ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അന്ന് കേട്ടിരുന്നു. 6-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന നല്ല വഴി ഏതെന്നും പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. അവരോ ഞങ്ങളിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവം കൊടുത്ത പാതകൾ, ദൈവം കൊടുത്ത വഴികളാണ് മോശയിൽ കൂടെ വെളിപ്പെടുത്തിയ പ്രമാണങ്ങളുണ്ട്, പഴയ പ്രമാണങ്ങൾ. ഇസ്രായേൽ ജനത്തോട് ഈ പ്രവാചകങ്ങളോട് ദൈവം ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പോയി പഴയ വഴി പാത ഏതാണെന്ന് അന്വേഷിക്കുക, നിങ്ങൾ അതിൽ കൂടെ നടക്കുക, നിങ്ങൾക്ക് വിശ്രമം കിട്ടുമെന്ന് പറഞ്ഞു. എന്നാൽ അവരെന്താ പറഞ്ഞേ? അവരോ ഞങ്ങൾ അതിൽ കൂടെ നടക്കില്ലെന്ന് പറഞ്ഞു. അവരിൽ നിന്നൊട്ടും വ്യത്യാസമല്ല ഇന്നത്തെ ജനറേഷൻ. അവരിൽ നിന്നൊട്ടും വ്യത്യാസമല്ല. ഞങ്ങളതിൽ നടക്കില്ല. 7-ാം അധ്യായം എടുത്താട്ടെ. യെരമ്യാ പ്രവചനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, 23-ാം വാക്യത്തിന്റെ മധ്യഭാഗം, നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ, എന്റെ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിക്കുന്നത്. ദൈവം നമുക്ക് നൽകപ്പെട്ട ഒരു പഴയ പ്രമാണമുണ്ട്. ദൈവ പ്രമാണം തിരുത്തുന്നില്ല. ദൈവത്തിന്റെ പ്രമാണം തിരുത്താത്തത് കൊണ്ട് ദൈവം പറയുന്നു, ആ പഴയ വഴിയിലൂടെ തന്നെ നടന്നുകൊള്ളുക. വാക്ക് ഇൻ ദ ഓൾഡ് പാത്ത്. ആ പഴയ ഉപദേശം ദൈവജനത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പുതിയ നിയമസഭയ്ക്ക് തന്ന ഒരു ഉപദേശമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് മോശയിലൂടെ ദൈവം കൊടുത്തൊരു പ്രമാണമുണ്ട്. ആ പ്രമാണം കാലം മാറുന്നതനുസരിച്ച് മാറ്റുവാൻ ദൈവം സന്നദ്ധനല്ല. ദൈവം ആവശ്യപ്പെടുന്ന പ്രവാചകന്മാരിലൂടെയും തൻ്റെ ദാസന്മാരിലൂടെയും ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ആ പഴയ പാതയിലൂടെ നടന്നുകൊള്ളുക, നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും, നിങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറും, നിങ്ങൾക്കത് നന്നായിരിക്കും, നിങ്ങൾ ആ പഴയ വഴിയിൽ നടന്നാലെന്ന് ദൈവം അവരോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അവർ പറഞ്ഞതിൽ നിന്ന് ഇന്നത്തെ തലമുറ വ്യത്യസ്തമല്ലേ. അവർ പറഞ്ഞു, ഞങ്ങൾ നടക്കില്ലേ. ഇന്നത്തെ തലമുറയും ഏതാണ്ട് അതുപോലെ ആയിരിക്കുകയാണ്. അതങ്ങനെ ആകുമെന്ന് ദൈവജനത്തിൽ പറയുന്നു. നമുക്ക് വീണ്ടും ഒന്ന് ചിന്തിക്കാം, എന്തിനാണ് ഈ പ്രമാണം, എന്താണ്, വാട്ട് ഈസ് ദിസ് ഡോക്ട്രിൻ, എന്താണ് ഈ ഉപദേശം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുള്ള ബന്ധത്തിൽ, തത്വങ്ങളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയ ഉപദേശ സംഹിതകളാണ് ഈ ഉപദേശം അല്ലെങ്കിൽ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതിനോട് ചേരണം ചേരണ്ട എന്നൊക്കെ നമ്മളെ തീരുമാനിക്കുന്നതും ദൈവഹിതം അതാണെന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നതും ഈ ഉപദേശങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. എന്നാൽ അടുത്തായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, വാട്ട് യു ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ യു ബിഹേവ്. നീ എന്ത് വിശ്വസിക്കുന്നോ അതിനെ ആസ്പദമായി മാത്രമേ നീ ബിഹേവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇടപെടുകയുള്ളൂ. ഞാൻ എന്ത് വിശ്വസിക്കുന്നോ
ആ വിശ്വാസത്തെ ആസ്പദമാക്കി എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ. കേട്ടോ, ഒന്നുകൂടെ ഞാനത് ഊന്നി പറയട്ടെ. വാട്ട് വി ബിലീവ് ഡിറ്റർമൈൻസ് ഹൗ വി ബിഹേവ്. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ ആസ്പദമാക്കിയ. 1945 ജപ്പാനില് അവിടെയുള്ള ജനങ്ങള് അവരുടെ ചക്രവർത്തി ദൈവമാണെന്ന് വിശ്വസിച്ചു. ഞാൻ സിംഗപ്പൂരിൽ പോയപ്പോൾ ജാപ്പനീസ് സ്ത്രീ ഉണ്ടായിരുന്നു. അവർ രക്ഷിക്കപ്പെട്ട് അവർ ദൈവസഭയുടെ ഒരു അംഗമാണ്. അവരൊരു സിംഗപ്പൂർ മനുഷ്യനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെയാണ് കാറിൽ മലേഷ്യയിലോട്ട് യാത്ര ചെയ്തത്. അപ്പോൾ ഈ സഹോദരി, ഞാൻ ഇന്ന് ഓർക്കുന്നു, അക്കിക്കോ എന്നാണ് അവരുടെ പേര്. ഈ അക്കിക്കോ അവര് ജപ്പാൻകാരെത്തിയാണ്. അവരുടെ അപ്പൻ നിരീശ്വരനാണെന്ന് പറയും. നിരീശ്വരനായി തീർന്നതിൻ്റെ കാരണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. രണ്ടാം ലോകയുദ്ധ കാലത്ത് രാജാവിന് വേണ്ടി പോരാടിയിരുന്ന ഒരു പടയാളിയാണ് അക്കിക്കോയുടെ ഈ അപ്പൻ. ഇവര് വളരെ ഒരു എക്സംപ്ലറി ഒരു ബിലീവറാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസിയാണ് ഈ സഹോദരി എന്നുള്ളത് എനിക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ഈ അപ്പൻ നിരീശ്വരനായി മാറി. ജപ്പാനിൽ ഒരുപാട് പേര് നിരീശ്വരന്മാരായി മാറി രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, രണ്ടാം ലോകയുദ്ധ കാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിപ്പിച്ച് അവിടം തകർന്ന് തരിപ്പണമായപ്പോൾ ചക്രവർത്തി ജനങ്ങളോട് പ്രസ്താവിച്ചു, ഞാൻ ദൈവമല്ലേ. അന്ന് വരെ ജപ്പാൻകാർ ആശ്ചര്യമായി വിശ്വസിച്ചിരുന്നു ചക്രവർത്തി സൂര്യദേവന്റെ പിൻഗാമിയാണ്, ദൈവമാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണ് നമ്മള് കമിക്കാസി പൈലറ്റ്സ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവർ പ്ലെയിൻ ഓടിച്ചു കൊണ്ടുപോയി അങ്ങ് ഇടിക്കുക, ടോർപിഡോസ് ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയി കപ്പലിനെ ഇടിച്ചങ്ങ് ചാകുക. അവരുടെ ചക്രവർത്തിക്ക് വേണ്ടി ബോംബ് കെട്ടിപ്പിടിച്ചുകൊണ്ട് കപ്പലിന്റെ ഫണലിലൂടെ ഒക്കെ ചാടി അവർ ചാകുകയാണ്. എന്തിനാണ്? അവർ വിശ്വസിച്ചിരിക്കുന്നു അവരുടെ ചക്രവർത്തി ദൈവമാണ്. ആ ചക്രവർത്തിക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് ആ വിശ്വാസ പ്രമാണം മൂലം അവരങ്ങനെ ബിഹേവ് ചെയ്തു. ഇന്നത്തെ ടെററിസ്റ്റുകൾ എങ്ങനെ? ഇന്നത്തെ ടെററിസ്റ്റുകള് ബോംബുകൾ ദേഹത്ത് വെച്ച് പൊട്ടിച്ചാകാൻ തയ്യാറായിത്തീരുന്നതിന്റെ കാരണം അവരെന്ത് വിശ്വസിക്കുന്നതിന്റെ ആസ്പദമാക്കിയ. അവരിവിടെ മരിച്ചാൽ അന്നേരം അവർക്ക് പറുദീസ കിട്ടും. ഞാൻ പറയട്ടെ, ഇത് മനുഷ്യ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഇത് വിഭിന്നമല്ല, വ്യത്യാസമല്ല. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തെ ആസ്പദമാക്കിയേ നമ്മൾ ഇടപെടത്തുള്ളൂ. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളോട് ബന്ധത്തിലൊക്കെ നമ്മൾ ഇടപെടുന്നത് വാസ്തവത്തിൽ ബേസ്ഡ് ഓൺ വാട്ട് വി ബിലീവ്, നമ്മൾ വിശ്വസിക്കുന്നതിനെ ആസ്പദമാക്കിയ. അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ചു വി ഷുഡ് ബിലീവ് സൗണ്ട് ഡോക്ട്രിൻ, പഥ്യവചനം വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മൾ വിശ്വസിച്ച് ബൈബിളിൽ ശ്രദ്ധിച്ചാൽ, ഇംഗ്ലീഷ് ബൈബിളിലൂടെയൊക്കെ ചേർത്ത് വായിച്ചാലേ അത് പിടികിട്ടത്തുള്ളൂ. ഈ വിശ്വാസ പ്രമാണത്തിന് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, പാറ്റേൺ. 2 തിമോത്തിയോസ് 1:13. ഞാൻ 1-2 ഭാഗം ഒന്ന് വായിച്ച് അവിടെ നിർത്തോട്ടെ. എൻ്റെ ഇംഗ്ലീഷ് ബൈബിളുണ്ട്, ഞാൻ പക്ഷേ അത് പറഞ്ഞു പോകാം. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളുള്ളവരോട് ചേർത്ത് ആ ഭാഗങ്ങളൊക്കെ പഠിക്കുക. ഈ നോട്ട്സുകൾ കുറിച്ചെടുത്ത് പഠിക്കുമ്പോൾ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, എന്നോട് കേട്ട പഥ്യവചനം നീ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലും സ്നേഹത്തിലും മാതൃയാക്കിക്കൊള്ളുക. ഇംഗ്ലീഷിൽ ആ ഭാഗം വായിച്ചാൽ അവിടെ ഒരു പ്രത്യേക പദം നമുക്ക് ശ്രദ്ധേയമാണ്. ആ പദം എന്താണെന്ന് ചോദിച്ചാൽ 2 Timothy chapter 1:13. 1:13 നമ്മളിങ്ങനെ ഹോൾഡ് ഫാസ്റ്റ് ദ പാറ്റേൺ ഓഫ് സൗണ്ട് വേർഡ്സ്. ദ പാറ്റേൺ, ദ ഫോം, ദ പാറ്റേൺ ഓഫ് സൗണ്ട് വേർഡ്സ്, ദ ഫോം ഓഫ് സൗണ്ട് വേർഡ്സ്. മലയാള ഭാഷയിൽ അത് കിട്ടിയിട്ടില്ല. നോക്കുക, ആ പാറ്റേൺ ഓഫ് വേർഡ് എന്ന് പറഞ്ഞാൽ അതിന് ആർക്കിടെക്ട് സ്കെച്ച് എന്നാണ്. ആർക്കിടെക്ട് ഉണ്ടല്ലോ, കെട്ടിടം വരയ്ക്കുന്നതിന് മുമ്പ് ആ വരയ്ക്കുന്ന ആ എഞ്ചിനീയറിന്റെ പേരാണ് ആർക്കിടെക്ട്. ആർക്കിടെക്ട് എഞ്ചിനീയേഴ്സ് ഒരു കെട്ടിടം പണിയണമെങ്കിൽ ആദ്യം അവരാണ് അത് മുഴുവൻ വരച്ച് ആ കാര്യങ്ങൾ ക്രമീകരിച്ചു തരുന്നത്. ആ വരച്ചു തരുന്ന അനുസരിച്ചാണ് പിന്നീട് ആ കെട്ടിടം പണിയുന്നത്. ഇവിടെ ഹോൾഡ് ഫാസ്റ്റ് ദ പാറ്റേൺ ഓർ ദ ഫോം ഓഫ് സൗണ്ട് വേർഡ്സ്. പഥ്യവചനത്തിന്റെ പാറ്റേൺ പിടിച്ചുകൊള്ളാൻ പറഞ്ഞാൽ ആർക്കിടെക്ട് സ്കെച്ച് എന്ന ഈ സത്യോപദേശത്തെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആർക്കിടെക്റ്റിന്റെ, അതായത് ഇത് പണിയുന്നതിന് മുമ്പ് പണിയപ്പെടാനായിട്ടുള്ള വ്യക്തി നൽകിയ ആർക്കിടെക്റ്റിന്റെ സ്കെച്ച് എന്നാണ് ഈ ഉപദേശത്തിനോട് കൊടുത്തിരിക്കുന്ന പേര്. നോക്കുക, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത് കൊണ്ട് 1-ാം നൂറ്റാണ്ടിന്റെ സഭ ആരെങ്കിലും വ്യത്യസ്തമായി പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്താൽ അതങ്ങനെയാണോ എന്നവര് പരിശോധിച്ച് നോക്കുമായിരുന്നു. അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പുതിയ നിയമ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ദൈവത്തിനൊരാഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സ് ഈ പാറ്റേണിനകത്ത് വാർത്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്.
ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. റോമലേഖനം 6-ാം അധ്യായം എടുത്തേ. റോമലേഖനം 6-ാം അധ്യായം. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യം. റോമർ 6-ന്റെ 17-ഉം 18-ഉം വാക്യം. എന്നാൽ റോമർ 6-ന്റെ 17-ഉം 18. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് നോക്കിയാട്ടെ. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു, എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് നമ്മൾ തിമോഥെയോസിൽ വായിച്ചത്. യു ഒബേഡ് ഫ്രം യുവർ ഹാർട്ട് ടു ദ പാറ്റേൺ ഓഫ് ടീച്ചിങ്. ദൈവം നമുക്ക് വേണ്ടി ഒരിക്കലൊരു മോൾഡുണ്ട്, ഒരച്ചുണ്ട്. ഈ അച്ചിനകത്ത് നമ്മുടെ മനസ്സിനെ വാർത്തെടുത്തപ്പോൾ നമ്മൾ സ്വതന്ത്രരായി മാറി, പാപത്തിൽ നിന്ന് സ്വതന്ത്രം പ്രാപിച്ചു. ഉപദേശത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ഒന്ന് നോക്കിയാട്ടെ. പ്രായോഗികമായി നമ്മുടെ മനസ്സ് ആ വിശ്വാസ പ്രമാണത്തോട് ചേർന്ന് വരണം. നമ്മൾ അങ്ങനെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ അച്ചിൽ നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തി എടുക്കുമ്പോൾ നമ്മുടെ ബിഹേവിയറിന് ഒരു പ്രത്യേകതയുണ്ടാകും. വിശ്വാസ പ്രമാണത്തിന് ഒരു പ്രത്യേകതയുണ്ടാകും. അതുകൊണ്ടാണ് ദൈവം ഈ വിധത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്താൻ കാരണം. നമ്മൾ ഓർത്തു, ഈ ഉപദേശത്തിന് ദൈവം തിരുവചനത്തിൽ പ്രത്യേകിച്ച് ഇടയലേഖനങ്ങളിൽ പറഞ്ഞ പദം പത്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ എന്നാണ്. ആ പത്യോപദേശത്തിൻ്റെ മൂലഭാഷയിലുള്ള ആശയം ഹൈജീനിക്, വൃത്തിയുള്ള. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹെൽത്ത് ഗിവിങ്, ആരോഗ്യപരമായ. സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ സൗണ്ട് ഹെൽത്ത്. പഥ്യവചനം, പഥ്യാരോഗ്യം എന്ന് പറയാനല്ല, സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഗിവിങ് എന്നാണ്. ആരോഗ്യകരമായ ടീച്ചിങ്, ആരോഗ്യകരമായ പഠിപ്പീര്. ആ ആരോഗ്യകരമായ പഠിപ്പീരിൽ നമ്മുടെ മനസ്സിനെ വാസ്തവത്തിൽ വാർത്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ വാർത്തെടുക്കാൻ നമുക്ക് തന്ന അച്ചാണ്, മൗൾഡാണ് ബൈബിളിലെ ഉപദേശം എന്നുള്ളത് ഞാൻ ഊന്നി പറയട്ടെ. ഇനി നമുക്ക് അല്പം കൂടെ ലളിതമായ ഭാഗത്തിലേക്ക് പോകാം. എനിക്കറിയാം ഇത് ഇച്ചിരി കട്ടിയാണ്, പക്ഷേ ഇത് പ്രാരംഭമായ വിഷയം പറഞ്ഞിട്ട് ഞാൻ ഉപദേശ വിഷയങ്ങളിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, ഇനി നമ്മൾ തിരുവചനത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഉപദേശത്തിന് പ്രാധാന്യതയുണ്ടോ എന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഒന്നെടുത്താട്ടെ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. രക്ഷിക്കപ്പെട്ടവർ ആദ്യം ചെയ്തത് എന്താണെന്ന് നോക്കുക. രണ്ടാമത് വരുന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നുള്ള ബന്ധത്തിൽ നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 41-42 വാക്യം. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ചേർന്നവരെ കുറിച്ച് പറയുകയാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവരാദ്യം ചെയ്തത് എന്താ? അവരാദ്യം ചെയ്തത് ഇവരുടെ ടീച്ചിങ് കേൾക്കുകയാണ്. എന്താണ് ഈ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. പിന്നീടാണ് നമ്മൾ വായിക്കുന്നത്, അവർ കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു പോന്നു. ഈ 4 കൂട്ടം കാര്യങ്ങളിൽ ആദ്യം പറയുന്നത് ഉപദേശം കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാതൃകയായി തന്നിട്ടുള്ളത് ഫസ്റ്റ് ഈസ് ടീച്ചിങ്. എങ്ങനെയും ജീവിക്കാന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്, എന്തും വിശ്വസിക്കാന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഓർത്തതുപോലെ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ ഓർത്തതുപോലെ ആരോഗ്യപരമായ ഒരു പഠിപ്പീരുണ്ട്. ഈ പഠിപ്പീരിലേക്ക് നമ്മുടെ മനസ്സിനെ മൗൾഡ് ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഭ ആദ്യം ചെയ്തത്, അവർ ആദ്യം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. നോക്കാം, ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് ശ്രദ്ധിക്കാം. തിമോഥെയോസിന്റെ ലേഖനം എടുത്താട്ടെ, 2 തിമോഥെയോസ് നമുക്ക് പരിചയമുള്ള വാക്യമാണെങ്കിലും അവിടെയും ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാട്ടെ. 2 തിമോത്തി 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-17 വാക്യം നോക്കിയാട്ടെ. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, നോക്കിയേ, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനം. നമുക്ക് ആദ്യം പറഞ്ഞ എന്താ അവിടെയും? ഡോക്ട്രിൻ. ഫോർ ഡോക്ട്രിൻ, റിപ്രൂഫ്, കറക്ഷൻ, ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റസ്നെസ്. ആദ്യം അവിടെ പറഞ്ഞിരിക്കുന്നതും എന്താണ്? ഉപദേശമാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾ വകപാപിച്ച് തികഞ്ഞനാകുവാൻ ഫസ്റ്റ് ഫോർ ഡോക്ട്രിൻ. അതേ അധ്യായത്തിൻ്റെ 10-ാം വാക്യം നോക്കി. നീയോ എൻ്റെ ഉപദേശം
നടപ്പ്. നോക്കുക, തിമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം ഇങ്ങനെ കണ്ടറിഞ്ഞിരിക്കുന്നത് പറയുമ്പോൾ ആദ്യം അവിടെ പൗലോസ് പറഞ്ഞത് എന്താ? ഉപദേശം. ഉപദേശം. എൻ്റെ പ്രിയപ്പെട്ട സൗരന്മാരെ, അടുത്ത ഞാൻ പറയുന്നത് വീണ്ടും ശ്രദ്ധിച്ചു. ഞാനിതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ വേണ്ടി പറയുക. നമുക്കറിയാം, ലേഖനങ്ങളിൽ ആദ്യം എഴുതിയ ലേഖനം റോമലേഖനം വെച്ചിരിക്കുന്നത്. ആദ്യം വെച്ചിരിക്കുന്ന ലേഖനം റോമലേഖനമാണ്. ഈ റോമലേഖനത്തിന്റെ 11 അധ്യായം ഉപദേശമാണ്. ഈ റോമലേഖനത്തിന്റെ 11 അധ്യായം ഉപദേശമാണ്. പിന്നെയുള്ള 4 അധ്യായം പ്രായോഗിക ജീവിതം. അടുത്ത് നോക്കിയോ, ഗലാത്യ ലേഖനം ആദ്യത്തെ 4 അധ്യായം ഉപദേശമാണ്. അവസാനത്തെ 2 അധ്യായമേ ഉള്ളൂ പ്രായോഗിക ജീവിതം. എഫേസ്യ ലേഖനം എടുത്തു, ആദ്യത്തെ 3 അധ്യായം ഉപദേശമാണ്. പിന്നെയുള്ള 3 അധ്യായം പ്രായോഗിക ജീവിതം. ഇത് തന്നെ കൊലോസ് ലേഖനം, ഫിലിപ്പ് ലേഖനം, തെസ്സലോനിക്ക ലേഖനം. ഒരു കാര്യം ഒന്ന് ഓർത്താട്ടെ, ദൈവം അത് ക്രമീകരിച്ചൊന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മൾ ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കണം. കാലം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. ഈ വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ കൂറു പുലർത്തുകയും ദൈവത്തോട് സത്യസന്ധത പുലർത്തുകയും ചെയ്യുകയാണെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളും ദൈവം വെച്ചിരിക്കുന്ന ആ ഓർഡറൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ, എല്ലാ ലേഖനങ്ങളും നോക്കിയാൽ, ആദ്യം ഉപദേശം, പിന്നീട് പ്രായോഗിക ജീവിതം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഫസ്റ്റ് ഈസ് ഡോക്ട്രിൻ, ദെൻ ഈസ് ഡ്യൂട്ടി. ഫസ്റ്റ് ഈസ് പ്രിൻസിപ്പിൾ, ദെൻ കംസ് പ്രാക്ടീസ്. ആദ്യം തത്വങ്ങൾ ദൈവം പറഞ്ഞു, ആദ്യം ഉപദേശം ദൈവം പറഞ്ഞു, അതിന് ശേഷമാണ് പ്രായോഗികമായ ജീവിതം വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമാണ്. നോക്കുക, നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലും ഇത് വളരെ പ്രാധാന്യതയുള്ളതാണെന്നുള്ളത് ഓർക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേരുകയെന്ന് വിചാരിക്കാം. ഒരു ഫുട്ബോൾ ടീമിൽ ചേരുക. ഒരു ഫുട്ബോൾ ടീമിൽ ചേരുകയാണെങ്കിൽ ആ ഫുട്ബോൾ ടീമിന് ഒരു പ്രമാണമുണ്ട്. ഒരു ക്രിക്കറ്റ് ടീമിൽ ചേരുക, അതിനൊരു പ്രമാണമുണ്ട്. ഒരു ക്ലബിൽ ചേരുക, അതിനൊരു പ്രമാണമുണ്ട്, അതിനൊരു എയിമുണ്ട്. നോക്കുക, അവർക്കൊരു പ്രമാണവും ഒക്കെയുണ്ട്. ഇതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. നോക്കുക, ദൈവസഭ ഈ ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണ് ദൈവത്തിൻ്റെ സഭ. ദൈവത്തിന് ഭൂമിയിൽ 3 സ്ഥാപനമേ ഉള്ളൂ കേട്ടോ. ആദ്യം സ്ഥാപിച്ചത് കുടുംബമാണ്, രണ്ടാമത് സ്ഥാപിച്ചത് ഗവൺമെന്റാണ്, മൂന്നാമത് സ്ഥാപിച്ചിരിക്കുന്നത് സഭയാണ്. ഈ 3 സ്ഥാപനമല്ല ദൈവത്തിന് 4ാമതൊന്ന് ദൈവം ഭൂമിയിൽ സ്ഥാപിച്ചിട്ടില്ല. ഫസ്റ്റ് ഈസ് ഫാമിലി. കുടുംബമാണ് ദൈവം സ്ഥാപിച്ച ആദ്യത്തെ സ്ഥാപനം. അതുകൊണ്ടാണ് അവിടെ ഒരു ഓർഡറുണ്ട്. ഭർത്താവ് ശിരസ്, ഭാര്യ, ഇങ്ങനൊരു ഓർഡറുണ്ട്. രണ്ടാമത് ദൈവം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഗവൺമെന്റ്, ഭരണകൂടത്തെ സ്ഥാപിച്ചു. അതുകൊണ്ട് ആവശ്യപ്പെട്ടു എല്ലാ വ്യക്തികളും ഭരണകർത്താക്കൾക്ക് കീഴടങ്ങുവാനായിട്ട് ആവശ്യപ്പെട്ടത് ദൈവത്താലുള്ള അധികാരമാണെന്നുള്ള ദൈവം വെളിപ്പെടുത്തുന്നു. മൂന്നാമത് ദൈവം മനുഷ്യന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണ് സഭ, ചർച്ച്. ദൈവത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇറ്റ്സ് ദൈവത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ നോക്കുക, ദൈവത്തിന് ഒരു ഓർഡറുണ്ട്. ദൈവത്തിൻ്റെ ഓർഡർ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേര് പിന്നെന്താ? ഡിസോർഡർ. ഒരു ചർച്ചിൽ ഈ ഓർഡർ ദൈവം വെളിപ്പെടുത്തിയ ഉപദേശം പ്രമാണിക്കുന്നില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ബി എ ഡിസോർഡർ. അതൊരു വലിയ അരാജകത്വത്തിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ പോകാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നോക്കുക, എന്നാൽ നമ്മൾ ആദ്യം വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ, ഈ ഉപദേശം അറിയുവാൻ ആഗ്രഹിക്കുന്നവന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. എന്നാൽ അത് അനുസരിപ്പാൻ മനസ്സില്ലാത്തവനോ ദൈവം ഒരിക്കലും അടിച്ചേൽപ്പിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇത് ഞാൻ ഒന്ന് ഊന്നി പറയട്ടെ. 81-ാം സങ്കീർത്തനം എടുത്തേ, Psalms 81. 81-ാം സങ്കീർത്തനത്തിന്റെ 11-12 വാക്യം നോക്കിയാട്ടെ. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴിയിൽ നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിലൂടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. താഴോട്ട് ദൈവം പറയുന്നുണ്ട്, ഞാൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ദൈവം ഒരു സത്യം പറയുന്നവർക്ക്, എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അതുകൊണ്ട് സ്വന്തം ആലോചന പ്രകാരം നടക്കാൻ ഏൽപ്പിച്ചു. ചുവന്ന പക്ഷി കൊണ്ട് അടിയറയിട്ടിരിക്കുന്ന വാക്യമാണിത്. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ
ഇത് സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താ കാരണം? എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ ദൈവം പറയുന്നു അവരുടെ സ്വന്തം ആലോചന പ്രകാരം നടക്കാൻ ദൈവം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം ഒരിക്കലും തൻ്റെ സത്യങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കത്തില്ല. അനുസരിപ്പാൻ മനസ്സില്ലാത്തൊരു വ്യക്തിയെ ദൈവം ഒരു കാരണവശാലും തൻ്റെ ഉപദേശങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സോ സഭയ്ക്ക് ഒരു ഡോക്ട്രിനുണ്ട്. നമ്മുടെ കർത്താവ് സുവിശേഷം പറഞ്ഞ ആളുകളെ രക്ഷിക്കുക മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യം വായിച്ചാൽ, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗി വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി ശിഷ്യന്മാരാക്കി ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും അവരെ പഠിപ്പിച്ച് ശിഷ്യന്മാരാക്കാൻ പറഞ്ഞു. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ പഠിക്കുന്നവരാക്കി മാറ്റുക. ടീച്ച് ദം ഓൾ വാട്ട്സോവർ ഐ ഹാവ് കമാൻഡഡ് യു. ഞാൻ പറഞ്ഞതെല്ലാം അവരെ പഠിപ്പിക്കണം. ഞാൻ പറയട്ടെ, ഞായറാഴ്ച വന്നുള്ള ഒരു അരമണിക്കൂർ ശുശ്രൂഷ കൊണ്ട് ഇത് പഠിക്കാനൊക്കില്ല. നോ. ഇന്ന് സഭകളെ അരമണിക്കൂർ കൂടുതലായ ആളുകൾക്ക് അസ്വസ്ഥതയാണ്. ഈ ഞായറാഴ്ച മാത്രം വന്ന് അരമണിക്കൂർ വചന ശുശ്രൂഷ കൊണ്ട് ഇത് പഠിക്കാനായിട്ട് പോകുന്നില്ലേ? നോ, പഠിക്കില്ല. ആദിമ നൂറ്റാണ്ടിൻ്റെ സഭയെ ശ്രദ്ധിച്ചാൽ, ഞാൻ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഞാൻ ചൂണ്ടിക്കാണിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:20 നോക്കിയാട്ടെ. ആ ദൈവദാസന്മാർ ചെയ്ത് ശ്രദ്ധിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 20:20 നോക്കിയാട്ടെ. അവർ പറയുന്നത് എന്താണ്? കർത്താവിനെ സേവിച്ചുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുകൾ തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തതെന്ന് നോക്കുക. അവർ പരസ്യമായും വീടുകൾ തോറും ഉപദേശിച്ചുകൊണ്ട് നടന്നു. ഇറ്റ്സ് നോട്ട് ഓൺലി പബ്ലിക് ടീച്ചിങ്. പരസ്യമായ ശുശ്രൂഷകൾ മാത്രമല്ല, വീടുകൾ തോറും അവരെ പഠിപ്പിച്ചുകൊണ്ട് നടന്നു. 20:32 വാക്യം നോക്കിയാട്ടെ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും നിങ്ങളെ ഇപ്പോൾ ഭരമേൽപ്പിക്കും. വിശുദ്ധന്മാർക്ക് ആത്മീയവർദ്ധന വരുത്തുന്ന, യാതൊന്നും മറച്ചു വെക്കാതെ പഠിപ്പിച്ചുകൊണ്ട് നടന്നു. വീടുകൾ തോറും, പരസ്യമായി വീടുകൾ തോറും പഠിപ്പിച്ചുകൊണ്ടാണ്. ദൈവവചനം വാസ്തവത്തിൽ അവരെ നിറയ്ക്കുകയായിരുന്നു പൗലോസ് ചെയ്തു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 22 വാക്യം വായിച്ചാല്, അന്ത്യോക്യയിലെ പൗലോസും ബർന്നബാസും ഒരു വർഷം മുഴുവൻ ഉപദേശിച്ചു. ഓൾ ഇയർ. ബർന്നബാസും അപ്പോസ്തലപ്രവൃത്തി 11:22 വാക്യം. വീണ്ടും അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 9 തൊട്ട് വായിച്ചാല്, പൗലോസ് കൊരിന്തിൽ 18 മാസം പഠിപ്പിച്ചു. താമസിച്ചു 18 months, 18 മാസം. വീണ്ടും നോക്കിയാല് അപ്പോസ്തലപ്രവൃത്തി 19:8, 20:31 വായിച്ചാൽ, പൗലോസ് 3 വർഷം എഫെസോസിൽ താമസിച്ച് അവരെ പഠിപ്പിച്ചു. 3 years. കൂടാതെ നമ്മൾ 1 തിമോഥെയോസ് 4:13 പറയുമ്പോൾ തിമോഥെയോസിനോട് ആ എഫെസോസിൽ പാർത്ത് വീണ്ടും പഠിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. 1 കൊരിന്ത്യർ 3:6 വായിച്ചാൽ, കൊരിന്ത്യ സഭയുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു. പൗലോസ് നട്ടു, അതിൻ്റെ പുറകെ നനയങ്ങോട്ട് ചെല്ലുകയാണ്. ടീച്ചിങ്. അപ്പൊല്ലോസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. നോക്കുക, ഈ ദൈവദാസന്മാർ ഒരു സ്ഥലത്ത് പാർത്ത് 18 മാസം, 3 വർഷം, 1 വർഷം ഇങ്ങനെ അവർ പഠിപ്പിച്ച്, അവർ പരസ്യമായി വീടുകൾ തോറും പഠിപ്പിച്ച് ദൈവജനത്തെ ഉപദേശത്തിൽ പഠിപ്പിച്ചെടുത്തു. ഞായറാഴ്ചയുള്ള അരമണിക്കൂർ ശുശ്രൂഷയല്ല. ഇറ്റ് വാസ് എ കണ്ടിന്യൂസ് ടീച്ചിങ്. അതുകൊണ്ടെന്ന് സംഭവിച്ചു, 1-ാം നൂറ്റാണ്ടിലെ സഭ ശക്തിയുള്ള സഭകളായി മാറി. ഇനി നമുക്ക് ആധുനിക സഭയിലേക്ക് കടന്നു വരാം. ആധുനിക സഭയിലെ ദൈവം ഇത് പഠിപ്പിക്കാൻ ചിലരെ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി തുറന്നു പറയും കാര്യങ്ങൾ. ദൈവം പുതിയ നിയമസഭയിൽ ചിലരെ ഈ വിധത്തിൽ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാരാന്നറിയാമോ? അവരുടെ പേരാ മൂപ്പന്മാർ. ഇന്ന് മൂപ്പന്മാരെന്നുള്ള കൺസെപ്റ്റ് ബൈബിളിൽ നിന്നും ഏറ്റവും മാറ്റപ്പെട്ട എന്ന് പറഞ്ഞ ആശയത്തിൽ നിന്നും വിഭിന്നമായി പോയ ഒരു ഉപദേശമായി മാറിപ്പോയി. ഞാൻ 1-2 വാക്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിക്കാം. നോക്കുക, 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം എടുത്താട്ടെ. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അവിടെ പറയുന്നുണ്ട്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകാൽ വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. ദൈവം തന്നെ ആവശ്യപ്പെടുകയാണ്, those who labor in the word and in teaching. നോക്കുക, വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം. ദൈവം ആവശ്യപ്പെടുകയാണ്. ആരാണ് ഈ മൂപ്പന്മാർ?
എനിക്കറിഞ്ഞുകൂടാ, നിങ്ങളുടെ ആത്മീയ നിലവാരത്തിൻ്റെ അറിവ് എനിക്കറിഞ്ഞുകൂടാ. ബൈബിളിൽ ഈ മൂപ്പന്മാർക്ക് 3 പേരുകളെങ്കിലും കുറഞ്ഞത് പറഞ്ഞു കാണുന്നുണ്ട്. ബിഷപ്പ് എന്ന് പറയുന്നത് മൂപ്പനാണ്, ബിഷപ്പ്. അതുപോലെ തന്നെ പാസ്റ്റർ എന്ന് പറയുന്നതും മൂപ്പനാണ്, മൂപ്പന്മാരെന്നും പറയുന്നത്. ബിഷപ്പ് എന്നുള്ളതിന് വേറൊരു ഇംഗ്ലീഷ് പദമുണ്ട്, ഓവർസിയർ. ഞാൻ പറയുന്നത് തെളിയിച്ചേരാൻ ഞാൻ ബാധ്യസ്ഥനാം. 1-2 വാക്യം ഞാൻ കാണിക്കാം. തീത്തോസ് എടുത്താട്ടെ. തിമോത്തിയോസ് എടുത്തോണ്ടാ തീത്തോസ് എടുക്കാൻ പറയും. തീത്തോസ് എടുത്താട്ടെ. തീത്തോസ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞാൻ ക്രോധയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കേണ്ടതിനാണ്. എൽഡേഴ്സ്, മൂപ്പന്മാർ, ഇംഗ്ലീഷിൽ എൽഡേഴ്സ്. അതിന്റെ 7-ാം വാക്യം നോക്കിയേ. ആ എൽഡറിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 7-ാം വാക്യം, അധ്യക്ഷൻ, ദൈവത്തിന്റെ ഗൃഹവിചാരകൻ, അധ്യക്ഷൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ബിഷപ്പ്, ബിഷപ്പ്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഈ 5-ാം വാക്യം 7-ാം വാക്യം, 5-ാം വാക്യത്തിൽ ആരെ കുറിച്ച് പറയുന്നു, ആളെ കുറിച്ചാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പൊ ഒരു കാര്യം ശരിയാണ്, എൽഡർ എന്ന് പറയുന്ന ആളാണ് ആര്? ബിഷപ്പ്. ഒന്നുകൂടെ തീർത്ത് പറയാം, തെളിയിച്ച് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫിലിപ്പ് ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം എടുത്ത് വായിച്ചാൽ ആ ഫിലിപ്പ്യ സഭയ്ക്ക് 1-ലധികം ബിഷപ്പുമാരുണ്ട്. ഇന്നൊരു ബിഷപ്പിന്റെ കീഴിൽ പല സഭകള് ദൈവജനപ്രകാരമല്ലേ. ഒരു സ്ഥലസഭയ്ക്ക് 1-ലധികം ബിഷപ്പുമാരല്ലെങ്കിൽ ആരുണ്ട്? എൽഡേഴ്സ് ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം എടുത്താട്ടെ. ആക്ട്സ് ചാപ്റ്റർ 20. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം. ഇതെല്ലാം ഉപദേശത്തിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ, ഞാൻ പറഞ്ഞു പോവാൻ. അപ്പോസ്തലപ്രവൃത്തി ഇതൊക്കെ വിശദമായിട്ട് പിന്നീട് വേണം എടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. 17-ാമത്തെ വാക്യം. മിലത്തോസൻ അവൻ എഫെസോസിലേക്ക് ആളയച്ച സഭയിലെ മൂപ്പന്മാരെ വരുത്തി, എൽഡേഴ്സ്. അവരോട് പറയുമ്പോൾ അതിൻ്റെ 28-ാം വാക്യം നോക്കിയാട്ടെ. 28-ാം വാക്യം വളരെ ആശയപൂർണമാണ്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചോളൂ. അധ്യക്ഷനാക്കി വെച്ച ഓവർസിയർ, റിവേഴ്സ് വേർഷനിൽ ബിഷപ്സ്, ബിഷപ്പ്. നോക്കുക, ആരാണ് ഇവര്? 17-ാം വാക്യത്തിൽ വായിക്കുന്നു, എൽഡേഴ്സ് ആണ്. ഈ എൽഡേഴ്സിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെയാണ് ഓവർസിയർ അല്ലെങ്കിൽ ബിഷപ്പ്. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കണം. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്ന ആളുടെ പേരാണ് പാസ്റ്റർ, വൺ ഹു പാസ്റ്റേഴ്സ്, ഇടയൻ. നോക്കുക, അപ്പോൾ പാസ്റ്റർ എന്നുള്ള വാക്ക്, എൽഡർ എന്നുള്ള വാക്ക്, ബിഷപ്പ് എന്നുള്ള വാക്ക്, ഓവർസിയർ എന്നുള്ള വാക്ക് ഒരാളെ കാണിക്കുന്ന. വീണ്ടും ഞാൻ ഊന്നി പറയുന്നു, ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഒരു സ്ഥലസഭയ്ക്ക് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 1-ലധികം ബിഷപ്പുമാരാണ്. സ്ഥലസഭയിൽ ബിഷപ്പുമാരല്ലെങ്കിൽ എൽഡേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സഭയാണ്. 1 കൊരിന്ത്യർ എഴുതുമ്പോൾ സഭയിൽ മൂപ്പന്മാർ തെളിഞ്ഞു വന്നിട്ടില്ലേ? ഒരു സഭയിലും ആദ്യം മൂപ്പന്മാർ തെളിഞ്ഞു വരത്തില്ല. എന്നാൽ അവരുടെ ശുശ്രൂഷകൾ കൊണ്ടും ദൈവം അവരെ എഴുന്നേൽപ്പിക്കുമ്പോൾ സഭയ്ക്ക് അവരെ ബോധ്യമായി വരികയാണ്. ഇവരെ ഇവിടെ നമ്മൾ വായിച്ചു, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവരെ അധ്യക്ഷരാക്കി വെക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ സഭയ്ക്ക് അവർ ബോധ്യമായി വരികയും സഭയെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. അവരെങ്ങനെയാണ് സഭയെ ഭരിക്കുന്നത്? എങ്ങനെയാണ് സഭയെ ഭരിക്കുന്നത്? സഭ എങ്ങനെയാണ് ഭരിക്കുന്നത്? സഭയെ ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവര് ദൈവവചനത്തിലൂടെയാണ് ഭരിക്കുന്നത്. ഞാൻ അല്പം വിശദമായിട്ട് പറയട്ടെ. സഭ എങ്ങനെ ഭരിക്കും? ആടിനെ എങ്ങനെ ഭരിക്കും? ഇടയന്മാർക്ക് ആടിനെ ഭരിക്കാൻ ഒക്കുമോ? ദൈവജനത്തിൽ ഭരിക്കുക എന്നുള്ള പദം നയിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ഇടയൻ അവിടെ ഇരുന്നുകൊണ്ട് ആടിനെ ഭരിക്കാനൊക്കത്തില്ല, ആടിനെ നയിക്കാനേ ഒക്കത്തുള്ളൂ. ഒരു ഇടയന്റെ ശുശ്രൂഷ, ഒരു മൂപ്പന്റെ ശുശ്രൂഷ ഈ ആടുകളെ നയിക്കുക എന്നുള്ളതാണ്. അവനെങ്ങനെ നയിക്കും? ദൈവജനത്തിന്റെ പഠിപ്പിലുണ്ട്. നിങ്ങളോട് ദൈവജനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ, ഇബ്രാഹിം വായിക്കുന്നു, വാക്യം അറിയാമല്ലോ അല്ലേ? എടുക്കണോ? നിങ്ങളോട് ദൈവജനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ. അപ്പോൾ ദൈവജനത്തിലൂടെയാണ് ദൈവസഭയെ ഈ ഇടയന്മാർ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. വചനം അറിയാത്തവരെങ്ങനെ നടത്തും? ഞാൻ വിശ്വസിക്കുന്ന അവരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടില്ല, ചുമ്മാ പ്രായം കൊണ്ടും ചില സ്വാധീനത കൊണ്ടും ഒക്കെ ചിലര് മൂപ്പന്മാരാണെന്ന് പറഞ്ഞ് എഴുന്നേക്കും. ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയട്ടെ ദൈവമക്കളെ, ദൈവജനത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ
ഒരു മൂപ്പനെ സംബന്ധിച്ചുള്ള ഒറ്റ ഗിഫ്റ്റേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഗിഫ്റ്റും ഫ്രൂട്ടും ഒക്കെ പഠിച്ചെങ്കിലും നമ്മളൊക്കെ അറിയത്തുള്ളൂ. നോക്കുക, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ മൂപ്പന്മാരുള്ള ബന്ധത്തിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഈ ഷുഡ് ബി ആപ്റ്റ് ടു ടീച്ച്, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ബാക്കി ഒരൊറ്റ ഒരെണ്ണം പറഞ്ഞിട്ടില്ല. ബാക്കി പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആത്മാവിന്റെ ഫലങ്ങളാണ്, അവന്റെ സ്വഭാവമാണ്, അവന്റെ ക്യാരക്ടറാണ്. എന്നാൽ അവനുള്ള കൃപാവരം എന്ന് പറഞ്ഞാൽ ഞാനത് എടുത്തു കാണിക്കാം, കാരണം എൻ്റെ മനസ്സിൽ വേദനയുള്ളതുകൊണ്ട് അത് എടുത്ത് കാണിക്കാം. ഈ വിഷയങ്ങൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് ദൈവസഭയ്ക്കായി മാറിയിരിക്കുക. തീത്തോസിനെ ലേഖനം എടുത്താട്ടെ, ടൈറ്റസ് 1-ാം അധ്യായം നമ്മൾ വായിച്ചതാണ്. എന്നാൽ നമുക്കൊന്ന് എടുക്കാം, അവിടെ ഭാഗം മനസ്സിൽ ഓടി വരുന്നു. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിച്ചു. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗൃഹവിചാരകനാകിയാൽ അനിന്യായനായിരിക്കണം, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോകിയും അരുത്. അതിൻ്റെ 9-ാം വാക്യം, പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിച്ചിരിക്കുന്നവനും ആയിരിക്കണം. നോക്കിയാട്ടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, അവിടെ പറഞ്ഞ് ശ്രദ്ധിച്ചാട്ടെ. അധ്യക്ഷൻ അല്ലെങ്കിൽ എൽഡർ അല്ലെങ്കിൽ മൂപ്പന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ദൈവത്തിന്റെ ഗൃഹവിചാരകനാണ്. ആ വാക്യം എടുക്കുക. എന്നാൽ അവനെ കുറിച്ച് പറയുന്നു, പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാൻ അവൻ ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിച്ചിരിക്കുന്നവനായിരിക്കണം. അവൻ മുറുകെ പിടിക്കുന്നില്ല, പിന്നെ സഭ എങ്ങനെ പിടിപ്പിക്കാൻ സാധിക്കും? കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതിയെന്ന്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു സഭയുടെ പരാജയം മൂപ്പന്മാരുടെ പരാജയത്തിൽ നിന്ന്. അവർക്ക് നയിപ്പാൻ അറിയത്തില്ലെങ്കിൽ, അവരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടില്ലെങ്കിൽ, അവർക്ക് ദൈവജനം ശുശ്രൂഷിപ്പാനും ഉപദേശത്തെ പിടിച്ചുകൊള്ളാനും അറിയത്തില്ലെങ്കിൽ ആ സഭയുടെ നാശം എന്ന് പറഞ്ഞാൽ മതി. യെസ്, നമ്മളിവിടെ വായിക്കുന്നു, വിശ്വാസപ്രകാരമുള്ള ഉപദേശം മുറുകെ പിടിച്ചവനായിരിക്കണം. കാരണം എന്താ? ഇവിടെ പറയുന്നുണ്ട്, അവൻ അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി ഈസ് ഗോഡ്സ് സ്റ്റീവേർഡ്. സ്റ്റീവേർഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒയ്ക്കെനിമോസ് എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒയ്ക്കോസ് എന്ന് പറഞ്ഞാൽ ഹൗസ് എന്നും, നോമോസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്യുക, ഓർഡർ ചെയ്യുക, വീട് ഓർഡർ ചെയ്യുക. സ്റ്റീവേർഡ് എന്ന വാക്കിന്റെ അർത്ഥം വീട് ഓർഡറായിട്ട് സൂക്ഷിക്കുക, ക്രമമായിട്ട് സൂക്ഷിക്കുക. അങ്ങനെയുള്ള ആളിന്റെ പേരാണ് ഗൃഹവിചാരകൻ. ഇത് പൗലോസ് എഴുതുമ്പോൾ അന്ന് പുരാതന റോമ രാജ്യത്തിലെ യവനന്മാരുടെ വീടുകളിൽ ധാരാളം അടിമകളുണ്ടായിരുന്നു. ധനവാന്മാരായ ആളുകളുടെ വീടുകളിൽ അടിമകളുണ്ടായിരുന്നു. അതിൽ ചില അടിമകളുടെ പേരാണ് ഗൃഹവിചാരകൻ, സ്റ്റീവേർഡ്. അദ്ദേഹത്തിന്റെ ജോലി എന്നാ? വീട്ടുകാര്യമെല്ലാം ക്രമീകരിക്കുക. ആ യജമാനന്റെ വീടൊക്കെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുക. ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം, ആ വീട്ടിൽ ഭക്ഷണം മേടിച്ചുകൊണ്ട് വരണം, യജമാന്റെ കൃഷി ഇറക്കണം, യജമാന്റെ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അവന്റെ വീടിനോട് യജമാനൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ പ്രാപ്തനായ ഒരു അടിമയാക്കും. അടിമയുടെ പേരാണ് ഇവിടെ നമ്മൾ വായിക്കുന്ന ഗൃഹവിചാരകൻ അല്ലെങ്കിൽ സ്റ്റീവേർഡ്. ദൈവസഭ എന്തുവാ? ദൈവസഭ 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. ഇംഗ്ലീഷിൽ ഞാൻ പറയട്ടെ, ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ്. സഭയ്ക്ക് കൊടുത്ത പേരെന്നാ? ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ദ ചർച്ച് ഓഫ് ദ ലിവിംഗ്. 1 തിമോഥെയോസ് 3:15, ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം. ഇറ്റ് ഈസ് ഗോഡ്സ് ഹൗസ് ഹോൾഡ്, ദൈവത്തിന്റെ വീടാണ്. ഈ ദൈവത്തിന്റെ വീട്ടിൽ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഗൃഹവിചാരകൻ, സ്റ്റീവേർഡ്. ആരാണ് ഈ സ്റ്റീവേർഡ്? വചനത്തിൽ പറയുന്നു, അവനാണ് ബിഷപ്പ് അല്ലെങ്കിൽ എൽഡർ. ഹീസ് ദ എൽഡർ. എൽഡറാണ്. ഇവിടെ വായിക്കുന്ന പോലെ സ്റ്റീവേർഡാണ് അവൻ. ഹീസ് ദ ഓവർസൈറ്റ്, ഹീസ് ഓവർസിയർ. എല്ലാ കാര്യങ്ങളും നോക്കുകയാണ്. നോക്കുക, ഈ വാക്യം വീണ്ടും എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം എടുത്താട്ടെ. ഈ വാക്ക് നമ്മളവിടെ കാണും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 2 പദങ്ങൾ അവരോടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്നു. 1 Corinthians chapter 4. ഞാൻ വളരെ സമയമിരുന്ന ആ ഭാഗം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു. നോക്കാൻ തന്നെ 4-ാം അധ്യായം 1 കൊരിന്ത്യർ 4-ാം വാക്യം, ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും
ആ വാക്ക് നോക്കിയാട്ടെ, വി ആർ മിനിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റീവേർഡ്സ്. വി ആർ മിനിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റീവേർഡ്സ്. ഇവിടെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ. വി ആർ മിനിസ്റ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് സ്റ്റീവേർഡ്സ്, ഗൃഹവിചാരകന്മാർ. മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റർ എന്നുള്ള പദം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ, മിനിസ്റ്റർ എന്ന വാക്ക് ഉപ്പററ്റസ് എന്ന ഗ്രീക്ക് വാക്കാണ്. ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം അണ്ടർ ഓവർ എന്ന, അടിയിൽ വള്ളം. പഴയ കാലത്ത് ഇങ്ങനെ വള്ളങ്ങള്, വലിയ ബോട്ടുകള്, കപ്പലുകള് ഇങ്ങനെ ഒരു തുറമുഖത്ത് നിന്ന് മറ്റേ തുറമുഖത്തോട്ട് പോകുമ്പോൾ നമ്മൾ കാണാത്തൊരു കൂട്ടം ആളുകളുണ്ട്. അവരെവിടാന്നറിയാമോ? ഈ കപ്പലിന്റെ അടിയിലിരുന്ന് തുഴ പിടിച്ചിരിക്കുക. മുകളിലിരുന്ന ഒരാൾ ഹൊറ കൊടുക്കുമ്പോൾ ഈ അടിയിലിരിക്കുന്നവരെല്ലാം കൂടെ കൂടി ഈ തുഴ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കും. ആ തുഴയുന്ന ആളിന്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ശുശ്രൂഷകൻ അല്ലെങ്കിൽ മിനിസ്റ്റർ. സെയിം വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈസ് ആൻ അണ്ടർ റോവർ. അടിയിലിരുന്ന് തുഴയുന്നവനാ എന്ന് പറഞ്ഞാൽ മുകളിലിരുന്ന് ഒരുത്തൻ ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. ആ കൽപ്പനയ്ക്കനുസരിച്ച് അവന്റെ സഭയാകുന്ന ആ വലിയ കപ്പലിനെ ആ നിത്യമെന്ന തുറമുഖത്തിലോട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന, തുഴഞ്ഞുകൊണ്ടുപോകുന്ന ഒരു കൂട്ടം ശുശ്രൂഷകന്മാരാണ് ആര്? ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ. പക്ഷെ അവരെ കുറിച്ച് ഓർക്കുമ്പോഴൂടെ ദേ ആർ ഓൺലി അണ്ടർ റോവേഴ്സ്. അവര് ഒരു വലിയ അധികാരസ്ഥന്റെ കീഴിൽ റോവ് ചെയ്യുന്നവർ മാത്രമാണ്. അവരുടെ മുകളിൽ ഒരു അധികാരസ്ഥനുണ്ട്. അവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ കീഴിൽ മിനിസ്റ്റർ ചെയ്യുന്ന ശുശ്രൂഷകന്മാരെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, നമ്മൾ ഓർത്തതുപോലെ മിനിസ്റ്റർ അല്ലെങ്കിൽ ശുശ്രൂഷകൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ത് അർത്ഥപൂർണ്ണമാണെന്ന് നോക്കി. അവൻ ശുശ്രൂഷകൻ മാത്രമല്ല, ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. അവര് ഈ കർത്താവിനെ ശുശ്രൂഷിപ്പാൻ കടംപെട്ടവരാണ്. അവന്റെ വാക്കുകള് അനുസരിപ്പാൻ കടംപെട്ടവരാണ്. അവർക്ക് ഈ കർത്താവിനെ ശരിയായിട്ട് സേവിക്കണമെങ്കിൽ അവന്റെ കൽപ്പനകൾ അവർ അനുസരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് തീത്തോസ് 1:9 നമ്മൾ വായിച്ചത്, അവരെങ്ങനെയുള്ളവരായിരിക്കണം? ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഫേംലി ഹോളി. അതൊട്ടും അയച്ചു വിടുവാനായിട്ട് അവർക്ക് അനുവാദമില്ല. നമ്മൾ നോട്ട് ചെയ്യാത്തൊരു വാക്യം ഞാൻ കാണിക്കാം. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാനത് സന്തോഷമായിട്ടെടുത്ത് ചിന്തിച്ച് നോക്കി. ശ്രീമാനായ തിയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ. ആ വാക്ക് നോക്കി, വചനത്തിന്റെ ശുശ്രൂഷകന്മാരായവർ. സെർവൻസ് ഓഫ് ദ വേർഡ്. സെർവൻസ് ഓഫ് ദ വേർഡ്, വചനത്തിന്റെ ശുശ്രൂഷകന്മാർ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 20:14 വായിക്കുന്നുണ്ട്, വളരെ താഴ്മയോടെ കർത്താവിനെ സേവിച്ച്. ഇംഗ്ലീഷിൽ വായിച്ചാൽ സെർവിങ് ദ ലോർഡ് വിത്ത് ഓൾ ഹ്യൂമിലിറ്റി. കർത്താവിനെ വിനയത്തോടെ സേവിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തുന്നു അവരാരാണ്? വചനത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. വചനത്തെ ശുശ്രൂഷിക്കുമ്പോൾ അവരാരാണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരാണ്. വചനം ശുശ്രൂഷിക്കുന്നവരാരാ? കർത്താവിന്റെ ശുശ്രൂഷകന്മാരാ. വചനം ശുശ്രൂഷിക്കുന്നവർ കർത്താവിന്റെ ശുശ്രൂഷകന്മാരാ. നമ്മളെ അപ്പോസ്തലപ്രവൃത്തി 20:19 വായിക്കുന്നുണ്ട്, വളരെ താഴ്മയോടെ കർത്താവിനെ സേവ് ചെയ്യുകയാണ് അവർ. ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ ഈ കർത്താവിനെ അവർ ശുശ്രൂഷിക്കുകയാണ്. നമ്മൾ ഓർത്തതുപോലെ അണ്ടർ റോവേഴ്സ്, താഴെ ഇരുന്നു കൊണ്ട് ഈ വള്ളത്തെ തുഴയുന്നത് പോലെ മുകളിലുള്ളവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് തുഴഞ്ഞു പോകുന്നവരാണ് ഈ ശുശ്രൂഷകന്മാർ. നമ്മളെക്കുറിച്ച് 1-2 കാര്യം കൂടെ നമുക്കിവിടെ ഓർക്കാം. ഇവിടെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഉണ്ടല്ലോ, നമുക്കറിയാം കർത്താവ് വരാറായ സമയമാണ്. അതിന് യാതൊരു തർക്കവുമില്ല കേട്ടോ. ഇനി ആരെന്തെല്ലാം പറഞ്ഞാലും ശരി, യേശുക്രിസ്തു വരാറായ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ലോകത്തിലാഗോളം കാണുന്ന സംഭവങ്ങളും പ്രവചന നിവൃത്തികളും സംഭവങ്ങളൊക്കെ നിങ്ങൾ ബൈബിള് മാറ്റി വെച്ചിട്ട് അല്ലാതെ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. 2030 ആകുമ്പോൾ ഇന്നുള്ള ഭക്ഷണം നേരെ ഇരട്ടി ലോകം ഉണ്ടാക്കുന്നില്ലെങ്കിൽ പട്ടിണി കൊണ്ട് മനുഷ്യൻ ചത്തുവീഴും. 2030, ഇനി എത്ര വർഷമുണ്ട്? 10-20 വർഷം കൂടെ ഉള്ളൂ. 20 വർഷത്തിനുള്ളിൽ ഇന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ നേരെ ഇരട്ടി ഉണ്ടാക്കണം. കാരണം ജനസംഖ്യ അതുപോലെ സ്ഫോടനം സംഭവിക്കുക. ഇന്ന് ഭക്ഷണത്തിന് വില കൂടിയപ്പോൾ
നമ്മൾ ഓർക്കണം, ഇത് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെ നമ്മൾ കുറ്റം പറയുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കൊള്ളാം, BJP ഭരിച്ചാലും കൊള്ളാം, ആര് ഭരിച്ചാലും ഈ ഭക്ഷണത്തിന് വില കൂടും. കാരണം ലോകവ്യാപകമായ ഭക്ഷണത്തിന് വില കൂടിയിരിക്കുക. ഒരു രാജ്യമല്ല, അമേരിക്ക തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ ഭക്ഷണത്തിന് വില കൂടി. അതിന്റെ കാരണം എന്നാ? ഭക്ഷണത്തിന്റെ ദൗർലഭ്യത. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന കുറഞ്ഞു തുടങ്ങി. ഈ അടുത്ത സമയത്ത് ഒരാൾ എനിക്കൊരു നാഷണൽ ജോഗ്രഫി മാഗസിൻ കൊണ്ടു തന്നു. ആ മാഗസിൻ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലോകത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മനുഷ്യന് ഹരിത വിപ്ലവവും ഒക്കെ കണ്ടുപിടിച്ച് ഈ അത്യുൽപാദന വിത്തുകൾ ഉപയോഗിച്ച് നമ്മുടെ ഈ ഉൽപാദനം ഇരട്ടിയൊക്കെ ആക്കിയത് കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിന്നത്. ഇനിയും ഇതിന്റെ ഇരട്ടി 20 വർഷത്തിനുള്ളിൽ ആക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ അവസാനമാകുമ്പോൾ എന്തോ സംഭവിക്കും? ക്ഷാമം, ഭൂകമ്പം. നോക്കിയേ, ടർക്കിയിലെ, ഞാൻ നാഗാലാൻഡിലായപ്പോൾ അവിടെ കുലുങ്ങി, എനിക്ക് അനുഭവപ്പെട്ടു കുലുക്കം. ഇതേ സമയത്ത് തന്നെ ടർക്കിയിലും ലാറ്റിൻ അമേരിക്കയിലും ചിലിയിലും അവിടെ ഇവിടെ എല്ലാം സംഭവിക്കുക. നമ്മുടെ കർത്താവ് പറഞ്ഞു, there shall be earthquakes in diverse places. ഒരേ സമയത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ. ചരിത്രത്തിൽ ഒന്നാം ലോകയുദ്ധത്തിന്റെ ശേഷമാണ് ഒരേ സമയത്ത് ഭൂകമ്പങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കർത്താവ് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ കൺമുമ്പിൽ കണ്ടിരിക്കുക. എന്നാൽ തിരുവചനത്തിൽ വായിച്ച പോലെ മനുഷ്യൻ പരിഹാസികളായി, ഇതൊക്കെ നിസ്സാരമായി, നോഹയുടെ കാലം പോലെ അവർ വിറ്റും നട്ടും ഇതിനൊന്നും പ്രാധാന്യത കൊടുക്കാതെ ജീവിക്കുന്ന ഒരു കാലത്തിൽ നാം തിരുവചനത്തിൽ വായിക്കുന്ന ജലപ്രളയം എന്നവരെ മുടിച്ചു കളയോളം അവരെ അറിഞ്ഞില്ലെന്ന് പറയുന്ന പോലെ മനുഷ്യത്വവരിൽ അങ്ങനെ സംഭവിക്കും. എന്നെ പ്രിയപ്പെട്ട ദൈവങ്ങളോട് പറയട്ടെ, യേശുക്രിസ്തു വരാറായി. എന്നാൽ ഈ കർത്താവ് വരാറായപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ മാത്രമല്ല, മറ്റു ചില ലക്ഷണങ്ങൾ കൂടെ ഉണ്ട്. നമ്മൾ ഈ ഉപദേശത്തുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്നെടുത്താട്ടെ, 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. കാലത്തിന്റെ അന്ത്യത്തിൽ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് നോക്കുക. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആ വാക്യം നോക്കിയാട്ടെ. എന്നാൽ ഭാവി കാലത്ത്, ഇംഗ്ലീഷ് വായിച്ചാൽ ഇൻ ദ ലേറ്റർ ഡേയ്സ്, ഇൻ ദ ലേറ്റർ ഡേയ്സ്, അന്ത്യകാലത്ത് എന്താ പറയുന്നത്? ഭൂതങ്ങളിൽ ആശ്രയിച്ച്, ഭൂതങ്ങൾ എന്നൊക്കെയുള്ള ഇത് വാസ്തവത്തിൽ അതെടുത്ത് വ്യാഖ്യാനിക്കേണ്ടതാണ് എന്താണെന്നുള്ളത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭൂതങ്ങളുടെ ഉപദേശമായിട്ടല്ല, സ്ലാൻഡറസ് എന്നുള്ള ആശയമാണ് അവിടെ വന്നിരിക്കുന്നത്. അത് ഇപ്പം ഞാൻ എടുക്കുന്നില്ല. എടുത്തിട്ട് കപടത്താൽ വിശ്വാസം ത്യജിക്കും. ഡിസീവിങ് സ്പിരിറ്റ്സ്. നോക്കുക, അവർ വിശ്വാസം ത്യജിക്കും. 2 തിമോഥെയോസ് 4:3-4 വാക്യം. 2 തിമോഥെയോസ് 4:3-4 വാക്യം. ഭാവി കാലത്തോളം അവർ പഥ്യോപദേശം പൊറുക്കാതെ, സത്യത്തിന് ചെവി കൊടുക്കാതെ. നോക്കുക, ഫോർ ദ ടൈം വിൽ കം when they will not endure sound doctrine. ഒരു കാലഘട്ടം വരും ശരിയായിട്ട് ഉപദേശത്തിന് അവർ ചെവി കൊടുക്കത്തില്ല. ഏതാ കാലം? ഇതാ കാലം, ഇതാണ് കാലം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നോക്കിക്കോ, ഇന്ന് വളരെ വ്യക്തമാണിത്. They will not heed to sound doctrine. ശരിയായ ഉപദേശത്തിന് അവർ ചെവി കൊടുക്കത്തില്ല. അന്ത്യകാലത്ത് വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. നാം ജീവിക്കുന്ന ദിവസങ്ങളിൽ ഇത് വളരെ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ദൈവജനത്തെ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ അപഗ്രഥിക്കുമ്പോൾ, നമ്മൾ വചനത്തിൽ കാണുന്നൊരു കാര്യം, അപ്പോസ്റ്റസി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കർത്താവ് പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? 3 പറ മാവിനകത്ത് പുളിമാവ് ചേർത്തിട്ട് മുഴുവൻ പുളിച്ചു വരും. ആ ഒരു സ്ത്രീയാണ് അത് ചേർക്കുന്നത്, ഇസബേൽ. ആ സ്ത്രീയെ വാസ്തവത്തിൽ ഇത് മുഴുവൻ പുളിപ്പിച്ച് വെളിപാട് 17-ാം അധ്യായത്തിൽ കാണുന്ന അവസാനം മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ പൊളിച്ച് അതിനകത്ത് എന്ന് ചേരും. നോക്കി, ഇന്ന് സഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ ഈ ഉപദേശങ്ങളൊക്കെ വിട്ടുകൊണ്ടിരിക്കുക. ഈ ഉപദേശത്തിനൊന്നും വലിയ പ്രാധാന്യത ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുക. സത്യത്തിന് ചെവി കൊടുക്കാത്ത കാലഘട്ടം. നമ്മൾ ഓർത്തതുപോലെ വളരെ വ്യക്തമായിട്ട് ആത്മാവ് പറയുന്നു, some will depart from faith. വിശ്വാസം അവർ ത്യജിക്കും. ദൈവം എത്ര വില കൊടുത്ത് നമ്മുടെ കരത്തിൽ ഈ ഉപദേശം തന്നപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ട ചില വചനങ്ങളുണ്ട്. ഞാൻ ആ വചനങ്ങളൊക്കെ പറഞ്ഞു പോകാം. എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഈ വിശ്വാസ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഫാസ്റ്റ് ദ പ്രൊഫഷൻ ഓഫ് അവർ ഫെയ്ത്ത്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഹോൾഡ് ഫാസ്റ്റ് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചോണം. 2 തിമോഥെയോസ് 1:13. 2 Timothy chapter 1 verse
13. Hold fast the form of sound words. പഥ്യവചനത്തെ മുറുകെ പിടിച്ചോണം. 2 തിമോഥെയോസ് 1:13. ഹോൾഡ് ഫാസ്റ്റ്, മുറുകെ പിടിച്ചോണം. വെളിപ്പാട് ഫിലദൽഫിയ സഭയോട് കർത്താവ് പറഞ്ഞു, ഹോൾഡ് ഫാസ്റ്റ് ടിൽ ഐ കം, ഞാൻ വരുന്നത് വരെ മുറുകെ പിടിച്ചോണം. ഒന്ന് ശ്രദ്ധിച്ചേ, ഉപദേശ പ്രമാണങ്ങളുള്ള ബന്ധത്തിൽ, നമ്മളെ ഏൽപ്പിച്ച വിശ്വാസത്തോടുള്ള ബന്ധത്തിലാണ് വചനത്തിൽ ആവർത്തിച്ച് പറയുന്നത് ഹോൾഡ് ഫാസ്റ്റ്, മുറുകെ പിടിച്ചോളാൻ പറയുന്നത്. മുറുകെ പിടിച്ചോളാൻ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു, യൂദായുടെ ലേഖനം 3-ാം വാക്യത്തില് നാം വായിക്കുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഫെയ്ത്ത് വൺസ് ഫോർ ഓൾ, എൻട്രസ്റ്റഡ്, ഒരിക്കൽ എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തതാണ് വിശ്വാസ പ്രമാണം. നമ്മളോട് തിരുവചനത്തിൽ വായിച്ചു, അത് പിടിച്ചുകൊള്ളാനായിട്ട് ആവശ്യപ്പെട്ടു. പിടിച്ചുകൊള്ളാൻ. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അടുത്ത സമയത്ത് ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നത് കേട്ടു. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടായി, നമുക്കങ്ങ് സഹകരിച്ചൊക്കെ അങ്ങ് പോകാം എന്ന് പറയുന്നത് കേട്ടു. ഞാനത് കേട്ടിട്ട് വീട്ടിൽ വന്ന് എനിക്ക് രാത്രി കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഒരു വാക്യം ദൈവം എൻ്റെ മനസ്സിൽ ശക്തമായി കൊണ്ടുവന്നു. ആ വാക്യം മറ്റൊന്നുമല്ല, പ്രതിഫലം വീതിക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള ആ കാര്യമാണ്. എന്താ കർത്താവോട് പറഞ്ഞെന്നറിയാമോ? ആ പ്രതിഫലം വീതിക്കുന്ന ദിവസത്തിൽ വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സഹോദരി സോന്മാർ, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ചില ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും സാരമില്ല, നമുക്ക് അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നൊരു ആറ്റിറ്റ്യൂഡായി തുടങ്ങിയപ്പോൾ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളുടെ വായിൽ നിന്നും ഇത് കേട്ടു. ഈ വാക്യം ദൈവം എന്നോട് സംസാരിച്ചു. 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ആകയാൽ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. കണ്ടോ വാക്യം? സ്വർഗത്തിൽ പോകത്തില്ലെന്നൊന്നും പറഞ്ഞില്ല, സ്വർഗത്തിലൊക്കെ പോകും കേട്ടോ. അവൻ സ്വർഗത്തിൽ പോകും, പക്ഷെങ്കിൽ പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ കൽപ്പനകളിൽ ഏറ്റവും ചെറിയ ഒന്ന് അഴിച്ചങ്ങനെ പഠിപ്പിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും, പക്ഷേ സ്വർഗരാജ്യത്തിൽ അവൻ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അടുത്തായിട്ട് പറഞ്ഞു, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പൊ തീർച്ചയായിട്ടും ദൈവവചനത്തോട് എന്തെങ്കിലും നമ്മൾ അത് വിട്ടുകളഞ്ഞാൽ ദൈവം അത് തീർച്ചയായിട്ടും നമ്മോട് ചോദിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പ്രതിഫല ദിവസത്തിൽ അത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നോക്കാം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. അത് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ലെറ്റ് us hold fast the confession of our faith without wavering. Without wavering. അതിൻ്റെ അർത്ഥം അലഞ്ഞു പോകാതെ, ഉഴഞ്ഞു പോകാതെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിച്ചോളണം. കാരണം യാക്കോബ് ലേഖനം 1:6 നമ്മൾ വായിക്കുന്നുണ്ട്, സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്ക് സമാനമാണ്. Wavereth is like the wave of the sea tossed by the waves. അതായത് സംശയിച്ചു പോയാൽ കാറ്റടിച്ചുലയുന്നത് പോലെ ആയി മാറുമെന്ന് ദൈവവചനത്തിൽ വായിക്കും. ഇനി ഇങ്ങനെ സംശയിക്കാതിരിക്കാനായിട്ടൊക്കെ എന്താ മാർഗം? ഞാനിത് ഒരുപാട് ഇന്ന് ചിന്തിച്ചു. എന്താണ് ഇതിന് മാർഗം? ദൈവം വെച്ചിരിക്കുന്ന മാർഗം ഞാൻ കാണിച്ചുതരാം. എഫേസ്യർ ലേഖനം ഒന്ന് നിർത്താട്ടെ. 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ സംശയിച്ച് അലയാതെ എന്താണ് ഇതിന് ദൈവം വെച്ചിരിക്കുന്ന പ്രതിവിധി? അതിന്റെ 14-ാമത്തെ വാക്യം നോക്കി. എഫേസ്യർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കോണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അങ്ങനെ നിങ്ങൾ സംശയിച്ച് കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയാതെ വളരുവാൻ ഇടയാകും. എങ്ങനെ? അതിന്റെ മുകളിൽ എന്താ പറഞ്ഞേ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ദൈവസഭയ്ക്ക് ചിലരെ 11-ാം വാക്യം, ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേശകന്മാരായി നിയമിച്ചു. അവരെ ദൈവം തന്നിരിക്കുന്ന എന്തിനാ? അതിന്റെ 13-ാം വാക്യം, അത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തും ശുശ്രൂഷയുടെ വേലയ്ക്കും വേണ്ടിയാണ്.
ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് കൊടുത്ത കൃപാവരങ്ങളാണ് ഈ കൃപാവരമുള്ളവര്. ഇവരുടെ ശുശ്രൂഷ മൂലമാണ് ദൈവസഭ ഉപദേശത്തിൽ കാറ്റിനാൽ അലഞ്ഞുടലാതെ ഉറച്ചു നിൽക്കേണ്ടി വരുന്നത്. ശ്രദ്ധിച്ചോ? ദൈവത്തിന്റെ മാർഗം ഇതാ. ദൈവത്തിന്റെ മാർഗം, ദൈവം സഭയ്ക്ക് മൂപ്പന്മാരെ തന്നിട്ടുണ്ട്. ഈ മൂപ്പന്മാരെ തന്നിരിക്കുന്നതിന്റെ കാരണം ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നിരിക്കുക. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവർ തന്നിരിക്കുമ്പോൾ ഇവരുടെ ശുശ്രൂഷ മൂലം ഇവർക്ക് അങ്ങനെ ഇനി അലഞ്ഞുഴലാതെ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കാൻ ഇടവരണം. ആഹ പ്രശ്നമായി. ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു നോക്കി. നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ ആ വാക്യം ഒന്ന് നോക്കിയാൽ 11-ാം വാക്യം. ചിലരെ എന്നുള്ള പദം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയേ. ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും. ഇടയന്മാരെന്ന് കഴിഞ്ഞിട്ട് പിന്നെന്നാ ചിലരെന്ന് ഉപയോഗിക്കാഞ്ഞേ? എന്താണെന്നുള്ളത് ഞാൻ പരിശോധിച്ചു നോക്കി. വേർഡ് സ്റ്റഡി, അതായത് പാസ്റ്റർ എപ്പിസ്റ്റലിന്റെ ഗ്രീക്ക് ഭാഷയുടെ പഠനം നടത്തിയിട്ടുള്ള ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ആ ബുക്ക് വെച്ചിട്ട് ഞാൻ ഇതിന്റെ ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ച് നോക്കിയപ്പോൾ നൗൺ, നാമം ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുന്നിൽ, ഈ നാമത്തിൻ്റെ മുന്നിൽ ദി ഇതുപോലുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് രണ്ടാമത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആദ്യം പറഞ്ഞ ആളെക്കുറിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗ്രീക്ക്, ഞാൻ എൻ്റെ വ്യാകരണം പറഞ്ഞതാ, നിങ്ങളെ പ്രശ്നപ്പെടുത്തുന്നില്ലേ എന്ന് പറഞ്ഞാൽ, ചിലരെ ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇടയന്മാർ തന്നെയാണ് ആര്? ഉപദേഷ്ടാക്കന്മാർ. ഇതോട് ചേർത്ത് ആരെങ്കിലും 1 തിമോഥെയോസ് 3:2 വായിച്ചു. നമുക്കിവിടെ തിരിച്ചു വരണം. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനാകിയാൽ ഏകഭാര്യയുടെ ഭർത്താവ് നിർമ്മതനും ജിതേന്ദ്രനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. ഞാൻ ഓർപ്പിച്ചു, ഒരു ഇടയനെ സംബന്ധിച്ച് കൃപാവരം എന്ന് പറഞ്ഞ് ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദൈവസഭയ്ക്ക് ദൈവം ഒരു മൂപ്പനെ എഴുന്നേൽപ്പിച്ചാൽ, ഒരു ഇടയനെ എഴുന്നേൽപ്പിച്ചാൽ, ഈ എഫേസ്യ ലേഖനം അനുസരിച്ച് ആ ഇടയൻ ഉപദേശിക്കുന്ന വ്യക്തി കൂടെ ആയിരിക്കും. അവരുടെ ടീച്ചിങ് മൂലമാണ് ദൈവസഭ ഉപദേശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു പോകാതെ ഉറച്ചു നിൽപ്പാനായിട്ട്. ഇന്ന് ദുഃഖമാകട്ടോ, ക്ഷമിക്കണേ, ഇന്ന് ആദ്യം പഠിപ്പിക്കേണ്ട മൂപ്പന്മാരെയാണ്. പിന്നെ വേണ്ടായോ മറ്റുള്ളവരെ ഓർപ്പിക്കാൻ. ഇതുവല്ലം പറഞ്ഞാൽ നമ്മളെ നിലത്ത് നിർത്തത്തില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് വന്നിരിക്കുന്നത്. മാനുഷികമായതെല്ലാം കടന്നു വന്നു. ഞാൻ വീണ്ടും ഈ ഭാഗം എടുത്ത് പഠിച്ചു നോക്കി. 3 പ്രാവശ്യം ഇടയൻ എന്നുള്ള പദം, പാസ്റ്റ് എന്നുള്ള പദത്തിന്റെ ക്രിയാപദം 3 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വെർബ്. ഈ 3 പ്രാവശ്യം വെർബ് പറഞ്ഞിടത്ത് ഞാൻ മലയാളം പറഞ്ഞിട്ട് അതിന്റെ ഇംഗ്ലീഷ് അങ്ങ് പറയാം, നിങ്ങൾക്ക് അപ്പം പിടികിട്ടും. യോഹന്നാൻ 21:17, എന്റെ ആടുകളെ പാലിക്കുക. ഇംഗ്ലീഷിൽ ഫീഡ് മൈ ഷീപ്പ്. ഫീഡ്. അപ്പോസ്തലപ്രവൃത്തി 20:28, ദൈവത്തിന്റെ സഭയെ മേയ്ക്കുക. ടു ഫീഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. 1 പത്രോസ് 5:2, നിങ്ങളുടെ വിചാരണയുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ച്ചോളിൻ. ഫീഡ് ദ ഫ്ലോക്ക് ഓഫ് ഗോഡ്. ഈ 3 പ്രാവശ്യവും ഇടയന്മാരെ ക്രിയാപദം ഉപയോഗിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മ ഉപയോഗിച്ചിരിക്കുന്നത് ഫീഡ് ചെയ്യാനാ. ഫീഡ് ദ ഫ്ലോക്ക്. ഫീഡ് ദ ചർച്ച് ഓഫ് ഗോഡ്. ഫീഡ് ദ ഫ്ലോക്ക് ഓഫ് ഗോഡ്. ദൈവസഭയെ തീറ്റി കൊടുക്കുക. അങ്ങനെ അതിന്റെ മലയാള ആശയം. പോഷിപ്പിക്കുക, പഠിപ്പിക്കുക, കൊടുക്കുക, തീറ്റി കൊടുക്കുക. ഇടയന്റെ ഏറ്റവും വലിയ ജോലി എന്തായിരിക്കണം? ആടിനെ തീറ്റുക എന്നുള്ളതാണ്. ആടിനെ തീറ്റാൻ അറിയത്തില്ല, പിന്നെ എന്നോ ഇടയനാ അല്ലേ? ആടിനെ തീറ്റുന്ന വ്യക്തി 3 പ്രാവശ്യം ക്രിയാപദം ഉപയോഗിച്ചിടത്തും അവൻ തീറ്റുന്നവനായിരിക്കണം, അവൻ മേയ്ക്കുന്നവനായിരിക്കണം. 1-2 വാക്യം വായിച്ചിട്ട് നിർത്തുന്നുള്ളൂ. യെരമ്യാ പ്രവചനം നിർത്തി. ദൈവം കരയുന്നത് കാണാൻ സാധിക്കും കേട്ടോ. യെരമ്യാ പ്രവചനം 12:10-11 വാക്യം. അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു, എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളഞ്ഞു, എൻ്റെ മനോഹര ഓഹരിയെ ശൂന്യമായി മരുഭൂമിയാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു. ശൂന്യമായി തീർന്നതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു. ആരും ശ്രദ്ധ വയ്ക്കായികയാൽ ദേശമൊക്കെയും
ശൂന്യമായി പോയിരിക്കുന്നു. യെരമ്യാ പ്രവചനം 12:10-11 വാക്യം. Many pastors have destroyed my vineyard. Many pastors have destroyed my vineyard. അനേക ഇടയന്മാർ എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചു. പാസ്റ്റേഴ്സ്. 23-ാം അധ്യായം യെരമ്യാ പ്രവചനം 23 അതിന്റെ 4-ാമത്തെ വാക്യം. അവയെ മേയ്ക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. I will set up shepherds over them who will feed them. അവരെ തീറ്റുന്ന ഇടയന്മാരെ. എസെക്കിയേൽ 34 അതിന്റെ 14-15 വാക്യം. നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയ്ക്കും. ഇസ്രായേലിന്റെ ഉയർന്ന മലകളിൽ അവയെ കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലയിൽ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യും. എന്നെയോ കർത്താവിൻ്റെ അരുളപ്പാട്. ആടുകൾ മേഞ്ഞ് തിന്നാതെ അവ കിടക്കത്തില്ല. ഇടയന്മാരുടെ ശുശ്രൂഷ മൂലം അവർ മേഞ്ഞ് തിന്ന് നിറയുമ്പോൾ ഈ ആടുകൾ കിടക്കും. ഇടയന്മാരുടെ പരാജയമാണ് സഭയുടെ പരാജയം. നമ്മുടെ കർത്താവ് പറഞ്ഞു, കുരുടന്മാർ വഴികാട്ടുന്ന കുരുടന്മാർ, അല്ലേ? അവരിരുവരും പോയി കുഴിയിലെ വീഴുമെന്ന് കർത്താവ് പറഞ്ഞു. വളരെ ദുഃഖത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിയിൽ നിന്ന് എത്രയോ മാറിപ്പോയ ദൈവസഭ. ഉപദേശത്തിന്റെ പ്രാധാന്യം നമ്മൾ കണ്ടു. ഉപദേശത്തിനനുസരിച്ച് ദൈവസഭ പണിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ അവർ ഒന്നിച്ചുകൂടി ഉപദേശം മനസ്സിലാക്കി. അവരുടെ ജീവിതം അതിനനുസരിച്ച് പണിതെടുത്തു. കാലം അതിന്റെ അന്ത്യത്തിലെത്തിയപ്പോൾ ഉപദേശത്തിന് പ്രാധാന്യമില്ലാത്തൊരു തലമുറ എഴുന്നേറ്റ് വന്നു. അങ്ങനെ തന്നെ ദൈവം പഠിപ്പിച്ചു. എന്നാൽ ഇതിന് പകരമായി ഉപദേശത്തിൽ ഉഴന്നു പോകാതെ അവർ ചലനമില്ലാതെ ഉറച്ചു നിൽപ്പാൻ ദൈവം സഭയ്ക്ക് എഴുന്നേൽപ്പിച്ച ശുശ്രൂഷകന്മാരാണ് ആര്? പാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇടയന്മാർ. ദൈവം എഴുന്നേൽപ്പിക്കാത്ത ഒരു സഭയിൽ ഉണ്ടെങ്കിൽ അത് സഭയ്ക്ക് നാശമായിട്ട് മാറും. ഇന്ന് പറ്റിയിരിക്കുന്ന പരാജയം ദൈവജനത്തിലെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ. ലോകത്തിലാഗോളം കണ്ണോടിച്ചാൽ, ഞാൻ നാഗാലാൻഡിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആണ് നാഗാലാൻഡ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംസ്ഥാനം ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഹോൾ സ്റ്റേറ്റ് മുഴുവൻ ക്രിസ്ത്യാനികളാണ്. പക്ഷെങ്കിൽ ഭയങ്കര ശമ്പളം മേടിക്കുന്ന ഈ പാസ്റ്റേഴ്സ് ഈ സഭ എങ്ങോട്ട് കൊണ്ടുപോകുന്ന എനിക്കറിയത്തില്ല. വചനം അറിയത്തില്ല, പഠിപ്പിക്കാൻ അറിയത്തില്ല, ഉപദേശം അറിയത്തില്ല. 15 കോടി 20 കോടിയാ ഓരോ ചർച്ചിന്റെ ഒരു വർഷത്തെ വരുമാനം. 2000-3000 പേരുള്ള ചർച്ചിന് 1.5 കോടിയൊക്കെ അവരുടെ ഒരു മാസത്തെ വരുമാനം. എന്നോട് തന്നെ അവർ പറഞ്ഞു. എത്രയോ ദുഃഖപൂർണമാണ്. ഇത്രയും ഈ 2000-3000 ഉള്ള ചർച്ചസ് വേണ്ട. ഇന്ന് നോക്കുക, കേരളത്തിലെ സഭകളെ തന്നെ എടുത്ത് വേർപെട്ട സഭകളൊക്കെ ഉപദേശത്തിലത്തെ ഉറച്ചു നിന്നതാ. കരയാനല്ലാതെ മറ്റു മാർഗമില്ല. ഏതാണ് ഉപദേശം, ഏതാണ് ശരി തെറ്റെന്ന് അറിയാൻ വയ്യാത്തൊരു ദൈവസഭയെ ഭരിച്ചാൽ, നടത്തിയാൽ എങ്ങനെയായിരിക്കും ആ സഭയുടെ സ്ഥിതി? ഏതാണ്ട് ഇത് തന്നെ ഇന്നായിരിക്കുക. അതുകൊണ്ട് നമ്മളൊരു ചെറിയ കൂട്ടമാണെങ്കിലും ഞാൻ എൻ്റെ ദിവസത്തിൽ ഒരു ദിവസം ഇങ്ങനെ വേർതിരിച്ചാൻ വന്നതിൻ്റെ കാരണം, ഈ സത്യം മനസ്സിലാക്കാൻ താല്പര്യമുള്ളൊരു ചെറിയ സമൂഹം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സമയം വേർതിരിച്ച് പഠിപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അനേക ഉപദേശങ്ങൾക്ക് താല്പര്യമുണ്ട് ആളുകൾക്ക്. ചിലർ രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം ഇങ്ങനെയൊക്കെയുണ്ട്, എന്നാൽ സഭയെക്കുറിച്ചുള്ള ഉപദേശത്തിന് വലിയ താല്പര്യമില്ല. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്നത് ചർച്ച് എന്ന ഡോക്ടറിന്. ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്നത് ചർച്ച് എന്ന ഡോക്ടറിന്. ദൈവം തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് നമുക്ക് പഠിക്കാം. ഞാൻ ഇന്ന് ആ ഉപദേശത്തിൻ്റെ പ്രാധാന്യതയും കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വന്ന് ഉപദേശ കാര്യങ്ങൾ എന്താണെന്നുള്ള പഠിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇരുന്നത് നിൻ്റെ സന്നിധിയിലാണ്. ഞങ്ങൾ തുറന്നത് നിൻ്റെ വചനമാണ്. ഞങ്ങൾ ധ്യാനിച്ചത് നിൻ്റെ ആലോചനയാണ്. മാനുഷികമായി ഞങ്ങൾക്ക് ഒരു പുകഴ്ചയും വേണ്ട. സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനം, നിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് വെളിപ്പെടുത്തിയത് നിൻ്റെ ഉപദേശങ്ങളാണ്. അത് ഞങ്ങളുടെ പക്കൽ ഒരിക്കലും എന്നേക്കുമായി ഭരമേൽപ്പിച്ചതാണ്. ഞങ്ങളത് കാത്തുകൊള്ളുവാൻ, ദൈവസഭ അതനുസരിച്ച് രൂപാന്തരപ്പെട്ടു വരുവാൻ നീ ആഗ്രഹിക്കുന്ന കർത്താവേ,
നീ അതിനായി നീ ചില കൃപാവരങ്ങളുള്ളവരെയൊക്കെ ദൈവസഭയ്ക്ക് കൊടുത്തു. അവരെ നീ എഴുന്നേൽപ്പിച്ചതിൻ്റെ കാരണം ഈ സത്യങ്ങൾ പഠിപ്പിക്കുവാനും ദൈവജനം അത് കണ്ട് മനസ്സിലായി ആസ്വദിച്ച് അവർ വാസ്തവത്തിൽ അതിനകത്ത് അവരുടെ ജീവിതം മൗൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കർത്താവേ. ഞങ്ങൾ ഓർത്തതുപോലെ ഇന്നത്തെ കാലഘട്ടം കാലപതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ ആ നിർമ്മലമായ ഉപദേശങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കാതെ കർത്താവ് ഇത് വിട്ടുകളയുന്ന ഒരു തലമുറ. ഞങ്ങൾ ഇന്ന് വളരെ ദുഃഖത്തോടെ അത് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ചുമതല ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ ഭയത്തോടെ വിനയത്തോടെ നിന്റെ സന്നിധിയിൽ വിനയപ്പെടുമ്പോൾ കർത്താവ് നീ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നീ ഞങ്ങളോട് പറഞ്ഞല്ലോ ഈ ഉപദേശം സ്വയമായി പറയുന്നതാണോ എന്നിൽ നിന്നാണോ എന്നറിയുവാൻ ഒരുത്തൻ ഇച്ഛിക്കുന്നെങ്കിൽ അവന് മനസ്സിലാകുമെന്നുള്ളത് കർത്താവ് പറഞ്ഞു. നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ഞങ്ങളെ ഈ സത്യങ്ങളെ മനസ്സിലാക്കി തരണമേ. നിന്റെ സത്യത്തിൻ്റെ വഴിയിൽ ഞങ്ങൾ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളൊരു ചെറിയ കൂട്ടമാണെങ്കിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ആഴ്ച ഞങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി വരുത്തണമേ. കർത്താവെ നീ കൂടെ ഇരിക്കണമേ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായി സ്തോത്രം. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ നീ സൂക്ഷിക്കണം. ദോഷങ്ങളും അനർത്ഥങ്ങളും നിറഞ്ഞ ഭൂമിയിൽ യാതൊരു ദോഷവും സംഭവിക്കാതെ നീ കാത്തുകൊള്ളണമേ. നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.